فيه من روحه وجعل لكم السمع والأبصار والأفئدة قليلا ما تشكرون صدق الله العلي العظيم يا من يجيب دعاء المضطر في الظلم يا كاشف الضر والبلوى من السقم قد نام وفدك حول البيت وانتبهوا وأنت يا حي يا قيوم لم تنمي أدعوك ربي حزينا هائما قلقا فارحم بكائي بحق البيت والحرم إن كان جودك لا يرجوه سفهي فمن يجود على العاصين بالكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم दलीले सुबह रोशन सितारों की तंताबी उफ़ुक़ से आफ़ताब बरा गया दौरे गिरा ख़ाबी हजारों साल नरगिस अपनी बेनूरी पर रोती है बड़ी मुश्किल से होता है चमन में दीदार पैदा खुदाए लम यज़ल का दस्ते कुदरत तो ज़बान तो है यकीन पैदा करे गाफिल के मग़लूबे गुमान तू है അനുഗ്രഹീതമായ ഈ ഇൽമിന്റെയും വിജ്ഞാനത്തിന്റെയും സദസ്സിൽ സന്നിഹിതരായിരിക്കുന്ന ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, പണ്ഡിതന്മാരെ, ഇവിടെ സ്വാഗതം ആശംസിച്ച ഈ മുട്ടുന്തല ഉറൂസ് കമ്മിറ്റിയുടെ ചെയർമാൻ പ്രിയപ്പെട്ട ബദറുദ്ദീൻ സാഹിബ്, എന്റെ ആത്മസുഹൃത്ത്, ഈ ചടങ്ങിന് കർമ്മോത്സുകനായി നേതൃത്വം വഹിക്കുന്ന റഷീദ് സാഹിബ്, പ്രിയപ്പെട്ട അബ്ദുൽ ലത്തീഫ്, വേദിയിലുള്ള മറ്റു ഉറൂസ് കമ്മിറ്റിയുടെയും മഹല്ലിന്റെയും ഭാരവാഹികളെ, ഇവിടെ ഒരുമിച്ച് കൂടിയ സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അല്ലാഹു തആല വളരെ ത്യാഗങ്ങൾ സഹിച്ച് നമ്മുടെ ഒരുപാട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാറ്റിവെച്ച് നമ്മൾ ഇവിടെ വന്നതും ഈ സംസാരിക്കുന്നതും ഇരിക്കുന്നതും ഒക്കെ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. എല്ലാവരും ആമീൻ പറയും. ഇത് അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. ഇവിടെ നമ്മളിങ്ങനെ പ്രയാസപ്പെട്ട് ഒരുമിച്ച് കൂടി എന്നതിന്റെ പുണ്യം കൊണ്ട് നമ്മിൽ നിന്നും സംഭവിച്ച എല്ലാ ദോഷങ്ങളും അല്ലാഹു തആല പുറത്തു തരുമാറാവട്ടെ. നമ്മുടെ രോഗങ്ങൾ, നമുക്ക് വേണ്ടപ്പെട്ട പലരും പല രോഗങ്ങൾ കാരണവുമായും വിഷമിക്കുകയാണ്. അതിന്റെ പേരിൽ നമ്മളും മാനസികമായി പ്രയാസത്തിലാണ്. എല്ലാ രോഗങ്ങളെയും കരുണാവാരിധിയായ അല്ലാഹു തആല ശിഫയാക്കി തരുമാറാവട്ടെ. മരിക്കുന്നത് വരെ ഈമാനോടെ ജീവിച്ച് കലിമ ചൊല്ലി പുഞ്ചിരിച്ച് മരിക്കാൻ അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബി ആമീൻ എന്ന് ദുആ ചെയ്യും.
വളരെ ചിന്തോദ്ദീപകമായ ഒരു വിഷയമാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. ഞാനിവിടെ റഷീദ് സാഹിബിനോടും ബദറുദ്ദീൻ സാഹിബിനോടൊക്കെ സംസാരിച്ചപ്പോൾ കാലങ്ങളായി ഈ ഉറൂസിൽ ധാരാളം മഹാരഥന്മാരായ പണ്ഡിതന്മാർ പങ്കെടുക്കുകയും ഇസ്ഹാഖ് വലിയുല്ലാഹി അവരുടെ പേരിൽ നടത്തപ്പെടുന്ന ഈ പ്രഭാഷണ പരമ്പരയിൽ കേരളത്തിലെ പ്രഗത്ഭരായ പ്രഭാഷകന്മാർ സംബന്ധിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നവരെന്നോട് പറഞ്ഞു. അതുകൊണ്ട് തന്നെ പൊതുവെ വഅളിന്റെ വേദികളിൽ പറയപ്പെടുന്ന വിഷയങ്ങളെല്ലാം നമ്മൾ സംസാരിക്കുകയും കേൾക്കുകയും ഒക്കെ ചെയ്തവരാ. സാധാരണ സംസാരിക്കാത്തത് എന്ന് ഞാൻ ചിലപ്പോൾ ചിന്തിച്ച ഒരു വിഷയമാണ് മനുഷ്യരായ നമ്മിൽ അല്ലാഹു തആല നിശ്ചയിച്ചിരിക്കുന്ന അത്ഭുതകരമായ സംഗതി. നാം അത് ചിന്തിക്കേണ്ടവരും ആ ചിന്തയിലൂടെ അല്ലാഹു നമുക്ക് നൽകിയിട്ടുള്ള ഈമാനിനെ വെളിച്ചമാക്കേണ്ടവരും. മൻ അറഫ നഫ്സഹ, തന്റെ ശരീരത്തെക്കുറിച്ച്, ആത്മാവിനെക്കുറിച്ച്, തന്നെക്കുറിച്ച് ഒരാൾ കൃത്യമായി അവബോധമുള്ളവനായാൽ ഫഖദ് അറഫ റബ്ബഹ, അവന്റെ സ്രഷ്ടാവ്, അവന്റെ പരിപാലകൻ, അവന്റെ നിയന്താവ് എല്ലാമായ അല്ലാഹുവിനെ ഉൾക്കൊള്ളുവാൻ അവന് കഴിയും എന്നാണ് ഉന്നതരായ മഹാന്മാർ അവരുടെ തിരുവചനങ്ങളിൽ നമ്മെ ബോധ്യപ്പെടുത്തിയത്. വിശ്വാസിയും അവിശ്വാസിയും തമ്മിലുള്ള ഏറ്റവും വലിയ ഒരു വ്യതിയാനം അതാണ്. അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കാത്തവൻ, വിശ്വസിക്കാത്തവൻ, അവനെ അറിയാത്തവൻ ഈ സൃഷ്ടി ലോകത്തെ സംബന്ധിച്ചാണ് അത്ഭുതപ്പെടുന്നത്. ഒരു ഇല, ആ ഇല അവന്റെ മുമ്പിലെത്തിയാൽ ആ ഇലയുടെ നിറത്തെക്കുറിച്ച് അവൻ അത്ഭുതം കൂറും. ആ ഇലയുടെ അകത്തുള്ള ഞരമ്പുകളെ കുറിച്ച് അവൻ ആശ്ചര്യപ്പെടും. ആ ഇലയുടെ രൂപഭംഗിയെ സംബന്ധിച്ച് അവൻ വല്ലാതെ ചിന്താകുലനാകും. അവൻ അത്ഭുതപ്പെടും. ഇതെത്ര മനോഹരമാണ്. മരത്തെക്കുറിച്ച്, പ്രകൃതിയെ സംബന്ധിച്ച്, പുഴകളെ കുറിച്ച്, ആകാശ ലോകങ്ങളെ കുറിച്ച് എല്ലാം വിശ്വാസിയല്ലാത്ത ഒരാൾ അത്ഭുതം കൂറുന്നത് ആ സൃഷ്ടികളിലുള്ള അത്ഭുതങ്ങൾ. എന്നാൽ നമ്മളതിൽ അത്ഭുതപ്പെടുന്നില്ല എന്നല്ല, പക്ഷേ നമ്മുടെ അത്ഭുതം, നമ്മുടെ ആശ്ചര്യം ഈ സൃഷ്ടി ലോകത്തെ കണ്ട് മനസ്സിലാക്കി അതിന്റെ സ്രഷ്ടാവായ അല്ലാഹ്, അവിടെയാണ് നമ്മളും അവരും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയും. സാധാരണ നമ്മുടെ മഹല്ലുകളിലൊക്കെ സർവ്വസാധാരണമായ ഒരു ഔറാദിന്റെ ഭാഗമായിട്ട് നമ്മൾ ചൊല്ലുന്ന ഒന്നാണ് ഹദ്ദാദ് റാത്തീബ്. അതുണ്ടാക്കിയത് മഹാനായ അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു, ഒരു തത്വജ്ഞാനി കൂടിയായിരുന്നു അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമാണ് അൽ മുഅ്മിനു ഹാഇറുൻ ഫില്ലാഹ് വൽ കാഫിറു ഹാഇറുൻ ഫീ ഖൽഖില്ലാഹ്. മുഅ്മിൻ പടച്ച റബ്ബിനെ കുറിച്ച് ആലോചിച്ച് അത്ഭുതപ്പെടുന്നവനും നിഷേധി സൃഷ്ടി ലോകത്തെ കുറിച്ച് ആലോചിച്ച് അത്ഭുതപ്പെടുകയും ചെയ്യുന്നവനാണ് എന്നതാണ്. ഞാൻ പറയട്ടെ, എന്തിനാണ് അല്ലാഹു തആല ഈ അത്ഭുതങ്ങൾ പറഞ്ഞത്? ഈ ആശ്ചര്യങ്ങൾ എന്തിനാണ് അവൻ വിവരണം ചെയ്തത്? വർണ്ണിക്കുകയാണ്. എന്തിനാണ് അല്ലാഹു തആല ഭൂമിയെ കുറിച്ച് പറഞ്ഞത്? എന്തിനാണ് ആകാശത്തെ കുറിച്ച് പറഞ്ഞത്? അതോടുകൂടെ എന്തിനാണ് അല്ലാഹു തആല മനുഷ്യരായ നമ്മുടെ ശരീരത്തിലുള്ള, നമ്മുടെ ജീവിതത്തിലുള്ള, നമ്മുടെ ജന്മത്തിലുള്ള ഈ അത്ഭുതങ്ങളെ അല്ലാഹു തആല വിവരണം ചെയ്തത് എന്തിനാണ്? അതിന്റെ മറുപടിയാണ് ഈ പ്രസംഗം. രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയാണ്.
ആ രണ്ട് കാര്യങ്ങളും ഇല്ല എങ്കിൽ നമ്മൾ എങ്ങനെയാണ് വിശ്വാസികളാവുക? ആ രണ്ട് കാര്യങ്ങൾ നമ്മുടെ അടിസ്ഥാനമാണ്. അതില്ലെങ്കിൽ പിന്നെ നമുക്ക് ഇസ്ലാം വെറും പേര് മാത്രം. ഏതാണ് ആ രണ്ട് കാര്യങ്ങൾ? ഒന്ന് അൽ ഈമാനു ബില്ലാഹ്, അല്ലാഹുവിനെ മനസ്സിലാക്കുവാനാണ്, അല്ലാഹുവിനെ അറിയുവാനാണ്, അല്ലാഹുവിന്റെ കഴിവുകൾ, അവന്റെ ആസ്തിക്യം, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ ഉന്നതമായ അവസ്ഥാവിശേഷങ്ങൾ, ഇത് നമ്മെ ബോധ്യപ്പെടുത്തുവാനാണ്, ഇത് നമ്മെ അറിയിക്കുവാനാണ്. അല്ലാഹു തആല ആകാശ ലോകത്തെ അത്ഭുതങ്ങളെ പറഞ്ഞത് വബനൈനാ ഫൗഖകും സബ്അൻ ശിദാദ വജഅൽനാ സിറാജൻ വഹ്വാജാ വഅൻസൽനാ മിനൽ മുഅ്സിറാതി മാഅൻ സജ്ജാജാ لنخرج به حبا ونباتا وجنات ألفافا. അല്ലാഹു പറയുന്നു, നാം നിങ്ങളുടെ മുകളിൽ 7 ആകാശങ്ങളെ സൃഷ്ടിച്ചിരിക്കുകയാണ്. ഇതെന്തിനാണ് 14 നൂറ്റാണ്ട് മുമ്പ് പറയുന്നത്? എന്തിനാണ് അല്ലാഹു 21-ാം നൂറ്റാണ്ടിലുള്ള നമ്മോട് ഇത് പറയുന്നത്? 7 ആകാശങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്നു. ആര്? വബനൈന, നാം സൃഷ്ടിച്ചിരിക്കുന്നു നിങ്ങളുടെ മുകളിൽ 7 ആകാശങ്ങൾ. വജഅൽനാ സിറാജൻ വഹ്വാജാ, നന്നായി കത്തിജ്വലിച്ച് പ്രകാശിക്കുന്ന സൂര്യഗോളത്തെയും നാം പടച്ചിരിക്കുന്നു. വജഅൽനാ സിറാജൻ വഹ്വാജാ വഅൻസൽനാ മിനൽ മുഅ്സിറാതി മാഅൻ സജ്ജാജാ, മേഘകുംഭങ്ങളിൽ നിന്ന് കുത്തിച്ചൊരിയുന്ന മഴയെയും നാം വർഷിപ്പിച്ചിരിക്കുന്നു. നാം മരങ്ങളെയും ഇടതൂർന്ന് നിൽക്കുന്ന സസ്യങ്ങളെയും വൃക്ഷങ്ങളെയും നിങ്ങളുടെ മുമ്പിൽ നാം സൃഷ്ടിച്ചിരിക്കുന്നു. ഇതെന്തിനു പറയുന്നു? അതിന്റെ മറുപടിയാണ് അല്ലാഹുവിനെ കുറിച്ച് മനസ്സിലാക്കാൻ. അവനാണ് സ്രഷ്ടാവ്. അല്ലാഹു തആല ആദ്യമായിട്ട് അവനെ അഡ്രസ് ചെയ്തത് എങ്ങനെയാണെന്ന് നോക്കൂ നിങ്ങൾ. ഞാൻ എന്നെ പരിചയപ്പെടുത്തുമ്പോ എന്നിലുള്ള ഉയർന്നു നിൽക്കുന്ന വിശേഷണത്തെയാണ് ഞാൻ പരിചയപ്പെടുത്തുക. നിങ്ങൾ എന്നെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുമ്പോൾ എന്റെ പേര് ഇന്നതാണ്, ഞാൻ ഒരു ഡ്രൈവറാണ്, എന്റെ പേരിന്നതാണ്, ഞാനൊരു ബിസിനസ്സുകാരനാണ്, എന്റെ പേരിന്നതാണ്, ഞാനൊരു അധ്യാപകനാണ്. അധ്യാപനമല്ലാത്ത എത്രയോ കാര്യങ്ങൾ അയാൾ വേറെയും ചെയ്യുന്നുണ്ടാകാം. അയാൾ ഭക്ഷണം കഴിക്കുന്നയാളാണ്, അയാൾ സഹായിക്കുന്നയാളാണ്, അയാൾ പല പ്രവർത്തനങ്ങളും നടത്തുന്നയാളാണ്. എന്നാൽ ആ വ്യക്തിയെ അഡ്രസ് ചെയ്യുന്നത് ആ വ്യക്തിയിൽ നിറഞ്ഞു നിൽക്കുന്ന വിശേഷണം എന്താണോ അതുകൊണ്ടാണ്. എന്നതുപോലെ അല്ലാഹു തആല ആദ്യമായിട്ട് അവനെ പരിചയപ്പെടുത്തിയത് എങ്ങനെയാണ്? ഇഖ്റ ബിസ്മി റബ്ബിക്കൽ ലദീ ഖലഖ്, അവൻ സ്രഷ്ടാവാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. അല്ലാഹു തആല പടച്ചവനാണ്. മലയാളത്തിൽ പറഞ്ഞാൽ അവൻ പടച്ചവനാണ്, അല്ലേ? ഹുവല്ലാഹുൽ ഖാലിഖുൽ ബാരിഉൽ മുസവ്വിറു ലഹുൽ അസ്മാഉൽ ഹുസ്നാ. അല്ലാഹു തആല അൽ ഖാലിഖ്. അത് നമ്മൾ മനസ്സിലാക്കണം. അത് നമുക്കേ മനസ്സിലാക്കാൻ കഴിയൂ. അല്ലാഹുവിനെ കുറിച്ച് ചിന്തിക്കുവാൻ, അവനെ കുറിച്ച് ആലോചിക്കുവാൻ പരിശുദ്ധ ഖുർആൻ ഈ അത്ഭുതങ്ങളിലേക്ക് നോക്കാൻ നമ്മോട് ആവശ്യപ്പെടുകയാണ്. എല്ലാ വെള്ളിയാഴ്ചകളിലും ലോക ജനതയുടെ മുമ്പിൽ ഓതപ്പെടുന്നതാണല്ലോ അഫലാ യൻദുറൂന ഇലൽ ഇബിലി കൈഫ ഖുലിഖത് വഇലസ് സമാഇ
കൈഫ റുഫിഅത്, ഒട്ടകങ്ങളെ കുറിച്ച് ചിന്തിക്കാൻ, ആകാശത്തെ കുറിച്ച് ചിന്തിക്കാൻ. എന്തേ ഒട്ടകത്തെ കുറിച്ച് ചിന്തിക്കാൻ? അതിന്റെ സൃഷ്ടാവ്, ആകാശത്തിന്റെ സൃഷ്ടാവ്, പർവ്വതങ്ങളുടെ സൃഷ്ടാവ്, എല്ലാറ്റിന്റെയും പടച്ചവൻ അല്ലാഹുവാണെന്ന ഈമാൻ അത് ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്നതിന് വേണ്ടിയാണ് ഈ അത്ഭുതങ്ങളെ കുറിച്ച് അവൻ പറയുന്നത്. യഥാർത്ഥത്തിൽ വിശ്വാസികളായ നമ്മളാണ് ഈ കാര്യത്തെക്കുറിച്ച് ആലോചിക്കേണ്ടതും ചിന്തിക്കേണ്ടതും. നമ്മൾ കൈവിട്ടു പോയതാണ് അല്ലേ? ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ അമേരിക്കക്കാരന്റെ അടുക്കൽ, ജൂതന്റെ അടുക്കൽ, അതുപോലെ അല്ലാഹുവുമായി ഒരു ബന്ധമില്ലാത്തവരുടെയും അടുക്കൽ എത്തിച്ചേർന്നത് വിശ്വാസികളായ നമ്മൾ അത് കൈവിട്ട് കൊടുത്തത് കൊണ്ടാണ്. ഒരു കാലത്ത് ആകാശത്തെ കുറിച്ച് ഗവേഷണം നടത്തിയിരുന്നത്, ഭൂമിയെ കുറിച്ച് പരീക്ഷണങ്ങൾ നടത്തിയിരുന്നത്, ഒട്ടനേകം കാര്യങ്ങൾ ലോകത്തിന്റെ മുമ്പിൽ സംഭാവന ചെയ്തിരുന്നത് പരിശുദ്ധ ഖുർആൻ ഓതുകയും അതിൽ നിന്നുള്ള ആഹ്വാനം ഉൾക്കൊള്ളുകയും ചെയ്ത മഹാന്മാരായ പണ്ഡിതന്മാരായിരുന്നു. അതുകൊണ്ടാണല്ലോ അല്ലാഹു തആല വിശ്വാസികളുടെ ഒരു ഗുണത്തെ കുറിച്ച് പറഞ്ഞത്, ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർള് വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർള്, ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിലുണ്ട്. നമുക്ക് എത്ര കാണാൻ കഴിയുള്ളൂ? മുകളിലേക്ക് നോക്കിയാൽ കാണുന്ന ആ അന്തരീക്ഷത്തിന്റെ മുകളിലുള്ള ആകാശം. മഹാനായ മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഒന്നാം ആകാശം രണ്ടാം ആകാശവുമായി താരതമ്യം ചെയ്താൽ വിശാലമായ ഒരു മരുഭൂമിയിൽ ഒരു മോതിരം കൊണ്ടുപോയി ഇട്ടാൽ എത്രയുണ്ടാകുമോ അത്രയേ ഉണ്ടാവുകയുള്ളൂ. ഒന്നും രണ്ടും കൂട്ടിയിട്ട് മൂന്നിൽ കൊണ്ടുപോയി ഇട്ടാൽ അത്രയേ ഉണ്ടാകൂ. ഒന്നും രണ്ടും മൂന്നും നാലും അഞ്ചും ആറും ഒരുമിച്ച് കൂട്ടി ഏഴാം ആകാശവുമായി താരതമ്യം ചെയ്താൽ ഇത്രയേ ഉണ്ടാകൂ. അല്ലാഹു പറയുന്നു, ഈ ആകാശങ്ങളുടെ സൃഷ്ടിപ്പിലുണ്ട്, ഈ ഭൂമിയുടെ സൃഷ്ടിപ്പിലുണ്ട്, ഒന്നുകിൽ രാപ്പകലുകൾ മാറി മാറി വരുന്നതിലുണ്ട്, അതല്ലെങ്കിൽ ചില കാലങ്ങളിൽ രാവ് കൂടുതലാണ്, പകല് കൂടുതലാണ്. ഈ കൂടുന്നതിലും കുറയുന്നതിലുമുണ്ട്. എന്തുണ്ട്? ലആയാത്തിൽ ലിഉലിൽ അൽബാബ്, ചിന്തിക്കുന്ന ആളുകൾക്ക് ദൃഷ്ടാന്തങ്ങളുണ്ട്. അത് ഉൾക്കൊണ്ടുകൊണ്ടവർ പറയുന്നത് എന്താണ്? അത് ഉൾക്കൊണ്ടുകൊണ്ടവർ തിരിയുന്നത് എങ്ങോട്ടാണ്? അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമൻ വഖുഊദാ, നിന്നുകൊണ്ടും ഇരുന്നുകൊണ്ടും കിടന്നുകൊണ്ടും അല്ലാഹു തആലയെ ഓർക്കുന്ന ആളുകളുണ്ടല്ലോ, അവർ അല്ലാഹുവിനോട് പറയുകയാണ്, റബ്ബനാ മാ ഖലഖത ഹാദാ ബാതിലാ, അല്ലാഹുവേ നീ ഇതൊന്നും വെറുതെ പടച്ചതല്ലല്ലോ, ഈ ആകാശങ്ങൾ നീ വെറുതെ പടച്ചതല്ലല്ലോ, ഈ ഭൂമി നീ വെറുതെ പടച്ചതല്ലല്ലോ, ഈ സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും ഒന്നും നീ വെറുതെ പടച്ചതല്ലല്ലോ. ഇതിന്റെ സ്രഷ്ടാവ് നീയാണ്, ഞങ്ങളുടെ രക്ഷിതാവ് നീയാണ്, നിയന്ത്രണം നിന്റെ അടുക്കൽ നിന്നാണ്, നീയാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നവൻ, നീയാണ് കാര്യങ്ങൾ രൂപപ്പെടുത്തുന്നവൻ. അല്ലാഹുവേ നീയല്ലാതെ ഒരു ഇലാഹില്ല റബ്ബേ. ആ ഒരു ചിന്തയിലേക്ക് നമ്മെ എത്തിക്കേണ്ടതാണ് നമ്മുടെ സൃഷ്ടിപ്പിന്റെ അത്ഭുതങ്ങൾ എന്ന് പറയുന്നത്. ഞാനത് വിശദീകരിക്കുന്നില്ല, നിങ്ങൾക്ക് ആലോചിച്ചാൽ തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ബോധ്യപ്പെടും. നമ്മളൊക്കെ ഇങ്ങനെ കേവലം ഈമാനോടുകൂടെ അങ്ങനെ പോയാ പോരാ, ഇതൊക്കെ ചിന്തിക്കുന്ന ആലോചിക്കുന്ന ആളുകളായിട്ട് നമ്മൾ മാറണം. ഖുർആൻ പഠിക്കുന്നവരാവണം, അതിലെ ആയത്തുകളിലുള്ള അത്ഭുതങ്ങൾ കേൾക്കുന്നവരാകണം. അപ്പൊ ഞാൻ പറയുന്നത്, ഒന്നാമതായിട്ട് അല്ലാഹ് ആ ഈമാനിലേക്ക് മനുഷ്യരെ എത്തിക്കുക, ആ വിശ്വാസം മനസ്സിൽ അടിയുറപ്പിക്കുക. രണ്ടാമത്തെ കാര്യം എന്താണെന്നറിയോ? ഈ സൃഷ്ടിപ്പ് പറയുന്നതിന്റെ, നിങ്ങളുടെ സൃഷ്ടിപ്പിനെ അല്ലാഹു പറയുന്നതിന്റെ രണ്ടാമത്തെ കാര്യം എന്താണെന്നറിയോ? അൽ ഈമാനു ബിൽ യൗമിൽ ആഖിർ,
അന്ത്യദിനം കൊണ്ട് വിശ്വസിക്കുക എന്നതാണ്. മുഅ്മിനല്ലാത്ത ഒരാൾക്ക് അങ്ങനെ ഒരു വിശ്വാസമേ ഇല്ല. ചിന്തിക്കണം നമ്മൾ. മരിക്കും എന്ന്, അല്ലെങ്കിൽ ഖബറിൽ പോയി കിടക്കും എന്ന്, അത് ഈമാന്റെ ഭാഗമൊന്നുമല്ല. അങ്ങനെ നമ്മൾ ആരെങ്കിലും കരുതിയിട്ടുണ്ടോ? അത് ഈമാൻ കാര്യത്തിൽ പെട്ടതാണ്. മരിക്കും അല്ലെ ഖബറിൽ പോയി കിടക്കും, അത് ഏതൊരാളും വിശ്വസിക്കേണ്ട ഒരു കാര്യമല്ലേ? ഇനി ഒരാൾ വിശ്വസിച്ചില്ല എന്ന് തന്നെ വെക്കുക, നല്ല കാര്യമുണ്ട്. അത് അങ്ങനെയല്ല. നമ്മുടെ ഈമാൻ എന്ന് പറയുന്നത് മരണവുമായി ബന്ധപ്പെട്ടുള്ള വിശാലമായ കാര്യങ്ങളിലാണ്. നമ്മുടെ ഈമാൻ എന്ന് പറയുന്നത് ഖബറിനുള്ളിൽ സംഭവിക്കുന്ന അത്ഭുതങ്ങളെ കുറിച്ചാണ്. അതോടൊപ്പം നമ്മുടെ ഈമാൻ എന്ന് പറയുന്നത് ആ ഖബറിനുള്ളിൽ നിന്ന് നമ്മൾ രണ്ടാമത് വരും എന്ന കാര്യത്തിലാണ്. അത് ഈമാനില്ലാത്തവർക്ക് വിശ്വസിക്കാൻ കഴിയില്ല. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ രണ്ടാമത് വരിക, അത് സംഭവിക്കൂല. പ്രവാചകന്മാർ, അള്ളാഹുവിന്റെ തിരുദൂതന്മാർ ഈ ലോകത്ത് കടന്നു വന്ന് അള്ളാഹുവിനെ കുറിച്ചും നിങ്ങൾ രണ്ടാമത് ഖബറിനുള്ളിൽ നിന്ന് എഴുന്നേറ്റ് വരും എന്നതിനെ കുറിച്ചും നിരന്തരമായി അവരോട് പ്രസംഗിച്ചപ്പോൾ, അവരെ ഉപദേശിച്ചപ്പോൾ അവർ പറഞ്ഞിരുന്ന കാര്യം ഇതാണ്: നമ്മൾ മരിക്കും, പക്ഷേ രണ്ടാമത് ഞങ്ങൾ ജീവിപ്പിക്കപ്പെടുകയില്ല. ഇന്ന് ഈമാനില്ലാത്തവരൊക്കെ വിശ്വാസതാണ്. ഇവിടെ ജീവിക്കുക, ഇത് ആസ്വദിക്കുക, ഇതിനപ്പുറം രണ്ടാമത് നമ്മൾ എങ്ങനെ ഇതിന്റെ വിജയവും പരാജയവും നിശ്ചയിക്കുന്നു? അത് മുമ്പേ പറഞ്ഞതാണ്. മനുഷ്യരെ, നിങ്ങൾ ഖബറിൽ നിന്ന് രണ്ടാമത് എഴുന്നേറ്റ് വരുന്നവരല്ല. ഇൻഹിയ ഇല്ലാ ഹയാതുന ദുനിയാ വമാ നഹ്നു ബിമബ്ഊസീൻ. ജീവിതം എന്ന് പറയുന്നത് ഇല്ലാ ഹയാതുന ദുനിയാ, നമ്മുടെ ഈ ഐഹികമായ ജീവിതം മാത്രമാണ്. വമാ നഹ്നു ബിമബ്ഊസീൻ, നമ്മൾ ആരും രണ്ടാമത് ഖബറിനുള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്നവരല്ല എന്ന് നിരന്തരമായി ഇസ്ലാം വിശ്വസിക്കാത്തവർ പറഞ്ഞതായി ഖുർആൻ പറയുന്നു. നബിയുടെ ഏറ്റവും വലിയ ഒരു ശത്രു ഉണ്ടായിരുന്നു. അവന്റെ പേര് ആസ് ബിൻ വായിൽ എന്നായിരുന്നു. ആസ് ബിൻ വായിൽ മരുഭൂമിയിലൂടെ നടന്നു പോകുമ്പോൾ അവനൊരു ചത്തുപോയ കഴുതയുടെ എല്ല് കിട്ടുകയാണ്. ആ എല്ലുമായിട്ട് അവൻ മുസ്ലിങ്ങളുടെ അടുക്കലേക്ക് വന്നു. എന്നിട്ട് ചോദിച്ചു, കണ്ടില്ലേ, ഇതൊരു കഴുതയുടെ എല്ലാണ്. മുഹമ്മദ് പറയുന്നത് ഈ കഴുതയുടെ എല്ലിൽ നിന്ന് രണ്ടാമത് കഴുത ഉണ്ടാകും എന്നതാണോ? വല്ലാത്ത ഒരു ഉപമയാണ്. ആളുകൾ അതങ്ങോട്ട് വിശ്വസിച്ച് കളയും. ഈ കഴുതയുടെ എല്ലിൽ നിന്നാണോ രണ്ടാമത് കഴുത ഉണ്ടാകുമെന്ന് മുഹമ്മദ് പറയുന്നത്? ഇതെത്ര വലിയ വിചിത്രമായ ഒരു വാദമാണ്. ഇത് വാദിക്കുന്ന മുഹമ്മദിന് ബുദ്ധിഭ്രംശമല്ലാതെ എന്ത് സംഭവിച്ചതാണ്? നബിയുടെ അടുക്കലും വന്നു ആസ് ബിൻ വായിൽ ഇത് പറഞ്ഞു. ആസ് ബിൻ വായിലിന് മറുപടി പറയേണ്ട ചുമതല അല്ലാഹു ഏറ്റെടുത്തു. അവലം യറൽ ഇൻസാൻ, ഓതിക്കോളൂ, അന്നാ ഖലഖനാഹു മിൻ നുത്ഫ ഫഇദാ ഹുവ ഖസീമും മുബീൻ وضرب لنا مثلا ونسي خلقه قال من يحيي العظام وهي رميم قل يحييها الذي أنشأها أول مرة وهو بكل خلق عليم. അത് അല്ലാഹു ഏറ്റെടുത്തു. ചെറുപ്പക്കാരൊക്കെ ആലോചിക്കണം, സഹോദരിമാരൊക്കെ ചിന്തിക്കണം. ഇന്നത്തെ കാലത്ത് ഫേസ്ബുക്കിലൂടെ, വാട്സപ്പിലൂടെ നമ്മുടെ ഈമാൻ ചോദ്യം ചെയ്യപ്പെടുന്ന കാലമാണ്. നമ്മുടെ ദീനിന്റെ വിശ്വാസങ്ങൾ, ഈമാനികമായ കാര്യങ്ങൾ, അതിനെ എങ്ങനെയെങ്കിലും നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ചോർത്തിക്കളയാൻ പലരും ശ്രമിക്കുന്ന കാലമാണ്. അള്ളാഹുവിന്റെ ദീൻ അളക്കേണ്ടത് യുക്തി കൊണ്ടല്ല. അള്ളാഹുവിന്റെ ദീൻ അളക്കേണ്ടത് മനുഷ്യന്റെ നിസ്സാരമായ ബുദ്ധിയിൽ രൂപപ്പെടുന്ന ചെറിയ ചെറിയ ചിന്തകൾ കൊണ്ടാണ്.
കൊണ്ടല്ല. അല്ലാഹു തആല ആസ് ബിൻ വാഇലിന് മാത്രമല്ല ഈ ദീനിന്റെ നിയമത്തിനെതിരായി ലോകാവസാനം വരെ ഏതെല്ലാം ചിത്രശക്തികൾ വരുന്നുണ്ടോ, ഏതെല്ലാം ഈമാനിനെ പൊളിക്കുന്നവർ വരുന്നുണ്ടോ, അവർക്കെല്ലാമുള്ള മറുപടി പറയുകയാണ്. അബലം യറൽ ഇൻസാൻ, മനുഷ്യൻ കണ്ടില്ലയോ, അവനെ നിസ്സാരമായ ഒരു ഇന്ദ്രിയത്തുള്ളിയിൽ നിന്നാണ് നാം സൃഷ്ടിച്ചത് എന്നവൻ കണ്ടില്ലയോ. എന്നിട്ടും അതാ അവൻ നമ്മോട് വ്യക്തമായി തർക്കിക്കാൻ വന്നിരിക്കുകയാണ്. എങ്ങനെയാണ് അവൻ തർക്കിക്കുന്നത്? അവൻ നമ്മുടെ മുമ്പിൽ ഉപമ കൊണ്ടുവന്നിരിക്കുകയാണ്. അവൻ ഉപമ കൊണ്ടുവന്നിരിക്കുന്നു. കഴുതയുടെ എല്ലുമായിട്ട് അവൻ വന്നിരിക്കുന്നു. എന്നിട്ട് അവൻ വിളിച്ചു ചോദിക്കുന്നത് എന്താണ്? ഈ എല്ലുകളെ ആരാണ് രണ്ടാമത് ജീവിപ്പിക്കുക എന്നാണ്. ആ എല്ലുകൾ നിരമ്പിക്കഴിഞ്ഞാൽ അവൻ ചോദിക്കുന്നത് വല്ലാത്തൊരു ചോദ്യം തന്നെയാണ്. എല്ലുകൾ നുരുമ്പിക്കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് ആ എല്ലുകളിൽ നിന്ന് രണ്ടാമത് കഴുതയുണ്ടാകുന്നത്? എന്നാൽ നബിയെ, അങ്ങ് മറുപടി പറയണം. അവനോട് മാത്രമല്ല, അവനെ പോലെ ചോദിക്കുന്നവരോട് മറുപടി പറയണം. നബിയെ, അങ്ങ് പ്രഖ്യാപിക്കണം. ആദ്യം അവനെ ആരുണ്ടാക്കിയോ ആ അല്ലാഹു തആല അവനെ രണ്ടാമത് ഉണ്ടാക്കുന്ന നബിയെ നിങ്ങൾ പറഞ്ഞോളൂ. അപ്പൊ ആദ്യം ഉണ്ടാക്കിയത് ആരാണെന്ന് അവൻ കണ്ടെത്തുന്നുണ്ടോ? ഇല്ല. അതുകൊണ്ട് അവന് രണ്ടാമത്തെ കണ്ടെത്താൻ കഴിയില്ല. ആദ്യം ഉണ്ടാക്കിയത് ആരാണെന്ന് അവൻ കണ്ടെത്തിയോ, എന്നാൽ അവന് രണ്ടാമത് അവനെ ആരാണ് കൊണ്ടുവരുന്നത് എന്നും കണ്ടെത്താൻ കഴിയും. അല്ലാഹു തആല പറയാണ് അല്ലേ, ഖുർആനിന്റെ വലിയ ഒരു ഭാഗം മരിച്ചതിനു ശേഷം മനുഷ്യരെ നിങ്ങൾ രണ്ടാമത് ഉണ്ടാകും എന്നതിനെ കുറിച്ചല്ലയോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലാ ഉഖ്സിമു ബിയൗമിൽ ഖിയാമഹ വലാ أقسم بالنفس اللوامة أيحسب الإنسان أن لن نجمع عظامه بلى قادرين على أن نسوي بنانه بل يريد الإنسان ليفجر أمامه. എന്തൊരു രസമാണ് ആയത്തുകൾ ഇങ്ങനെ കേൾക്കാൻ. സൂറത്തുൽ ഖിയാമ, അന്ത്യദിനം കൊണ്ട് അല്ലാഹുവായ നാം സത്യം ചെയ്യുകയാണ്. വലാ ഉഖ്സിമു ബിന്നഫ്സിൽ ലവ്വാമ, എല്ലാ തിന്മകളിലേക്കും പ്രയാണം നടത്തുന്ന മനുഷ്യ ശരീരം കൊണ്ടും ആത്മാവ് കൊണ്ടും നാം സത്യം ചെയ്യുകയാണ്. എന്താണ് സത്യം ചെയ്യുന്നത്? വലാ അയഹ്സബുൽ ഇൻസാനു അല്ലൻ നജ്മഅ ഇദാമ, അവന്റെ എല്ലുകൾ പരസ്പരം ഒരുമിച്ച് കൂട്ടുകയില്ല നാം എന്ന് മനുഷ്യൻ കരുതുന്നുണ്ടോ? അയഹ്സബുൽ ഇൻസാൻ, മനുഷ്യൻ കരുതുന്നുണ്ടോ? അല്ലൻ നജ്മഅ ഇദാമ, അവന്റെ എല്ലുകൾ നാം രണ്ടാമത് ഒരുമിച്ച് കൂട്ടുകയില്ല എന്ന്. ഈ മുട്ടുന്തലയിലും പരിസര പ്രദേശങ്ങളിലും നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ കൊണ്ടുവരുന്ന ഖബറിടങ്ങളുണ്ടല്ലോ, ആ ഖബർ വല്ലപ്പോഴും നിങ്ങൾക്ക് തുറക്കേണ്ട സാഹചര്യം ഉണ്ടായാൽ ഖബർ കുഴിക്കുന്നവരോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഒരിക്കൽ ഒരു ഖബർ കുഴിക്കുന്ന ആളെന്നോട് പറഞ്ഞു, ഞാൻ ഖബർ കുഴിച്ചുകൊണ്ടിരിക്കുമ്പോ പലപ്പോഴും കുഴിച്ചെത്തുമ്പോഴാണ് മൂടുകല്ലുകൾ കാണുന്നത്. ആ മൂടുകല്ല് ഞാനൊന്ന് പൊക്കി നോക്കിയിട്ട് അതിന്റെ ഉള്ളിൽ വല്ലതുമുണ്ടോ എന്ന് നോക്കിയിട്ടുണ്ട്. പലപ്പോഴും ഞാൻ നോക്കിയിട്ടുണ്ട്, മനുഷ്യൻ എങ്ങോട്ടാണ് പോയത് എന്നറിയുന്നില്ലല്ലോ. ഒരു പൊടി പോലും അതിന്റെ ഉള്ളിലില്ല. ചിലപ്പോൾ കാണാം ഒന്നോ രണ്ടോ എല്ലുകൾ, അതിനപ്പുറമൊന്നുമില്ല. അല്ലാഹു ചോദിക്കുകയാണ്, ഇങ്ങനെയെല്ലായി മണ്ണായി കഴിഞ്ഞാൽ അതിനെ നാം ഒരുമിച്ച് കൂട്ടുകയില്ല എന്ന് മനുഷ്യൻ കരുതുന്നുണ്ടോ?
എന്നിട്ട് അതിന് തെളിവ് പറയാണ്, ബലാ ഖാദിരീന അലാ അൻ നുസവ്വിയ ബനാന, അവന്റെ വിരൽ തുമ്പുകളെ ശരിപ്പെടുത്താൻ കഴിയുന്ന ആളാണ് അല്ലാഹു തആല. ആധാരത്തില് വിരൽ തുമ്പ് പതിപ്പിക്കാത്ത ആരാള്ളത്? എന്തേ കാര്യം, എന്തേ മറ്റ് എത്ര ശരീരഭാഗങ്ങളുണ്ട്, അവിടം കൊണ്ടൊന്നും പതിപ്പിക്കുന്നില്ലല്ലോ. ഇത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടതാണ്. ഈ ലോകത്ത് എത്ര കോടി ജനങ്ങളുണ്ടെങ്കിലും അത്രയും എണ്ണം വിരൽ തുമ്പുകളുണ്ട്. അത്രയും എണ്ണം ഒരിക്കലും മാറ്റാൻ കഴിയാത്ത വേറെ ഒരടയാളമില്ല, വേറെ ഒരടയാളം പതിപ്പിക്കാൻ കഴിയില്ല. ശരീരത്തിന്റെ മൂക്കുകൊണ്ട് പതിപ്പിച്ചാൽ, ചുണ്ടുകൊണ്ട് പതിപ്പിച്ചാൽ, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഭാഗം ഒരിക്കലും അതൊരു അടയാളമായിട്ട് സ്വീകരിക്കാൻ കഴിയില്ലെങ്കിൽ വിരൽ തുമ്പുകൾ ഞാൻ പറയേണ്ടതില്ലല്ലോ. മോഷണ കേസ് ഉണ്ടാവുമ്പോ, കൊലപാതക കേസ് ഉണ്ടാവുമ്പോ കുറ്റാന്വേഷണം അവലംബിക്കാറുള്ളത് എന്താണ്? വിരൽ തുമ്പുകളാണ്. ഇങ്ങനെ ഓരോരുത്തർക്കും ഓരോ വിരൽ തുമ്പുകൾ ശരിപ്പെടുത്തിയ തമ്പുരാന് എങ്ങനെയാണ് അവരുടെ എല്ലുകൾ ഒരുമിച്ച് കൂട്ടാൻ കഴിയാതിരിക്കുന്നതെന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല ചോദിക്കുകയാണ്. രണ്ടാമത്തെ വിശ്വാസം ഇത് കൊണ്ടുവരിക എന്നുള്ളതാണ്. അല്ലാഹു തആല ഇത് വിവരിക്കുന്നതിനുള്ള ലക്ഷ്യം എന്ന് പറയുന്നത്, ഒന്ന് അല്ലാഹനെ മനസ്സിലാക്കുക, രണ്ടാമത് അല്ലാഹുവേ നീ എന്നെ സൃഷ്ടിച്ചതാണല്ലോ, നീ ഇനി രണ്ടാമത് എന്നെ പുനരുദ്ധരിക്കുമല്ലോ, ആ പേടിണ്ടാവുക. ഇത് രണ്ടും ഇല്ലാതെ പോകുന്നു എന്നുള്ളതാണ് എല്ലാ അധർമ്മങ്ങൾക്കും കാരണം, എല്ലാ തെറ്റുകൾക്കും കാരണം അതാണ്. എന്തേ പ്രിയപ്പെട്ടവരെ, ഓരോ സിനിമകൾ ഇറങ്ങുമ്പോൾ നമ്മുടെ ചെറുപ്പക്കാര സിനിമകളിലുള്ള വസ്ത്രം ധരിക്കുന്നു. എന്തേ ഓരോ സിനിമകൾ ഇറങ്ങുമ്പോൾ ആ സിനിമാ നടനെ പോലെ തലമുടിയാക്കുന്നു? എന്തേ അവനെ പോലെ പാന്റ് ധരിക്കുന്നു? എന്തേ അവനെ പോലെ തുണി ധരിക്കുന്നു? ഈ രണ്ട് വിശ്വാസവും ഇല്ല എന്നുള്ളതല്ലാത്ത എന്ത് കാരണം അതിനുള്ളത്? നമ്മൾ പറയാതെ രസത്തിന് വേണ്ടിയിട്ടാണ്. ഇപ്പൊ കഴിഞ്ഞ റമദാനൊക്കെ കഴിഞ്ഞ് പള്ളിയിലേക്ക് ചെന്നപ്പോൾ, ആലുവയിലൊക്കെ റമദാനൊക്കെ കഴിഞ്ഞ് പെരുന്നാളിനൊക്കെ ചെറുപ്പക്കാര് പള്ളിയിൽ വരുമ്പോൾ എല്ലാവരുടെയും മുഖത്തിന് നല്ല ഒരു ചന്തം. എന്തേ കാര്യം? ചെറുപ്പക്കാരൊക്കെ നല്ല താടി വെച്ചിട്ടുണ്ട്, താടിയൊക്കെ ഉണ്ട്, നല്ല താടിയുള്ള ചെറുപ്പക്കാരാണ്. അങ്ങനെ റമദാൻ കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ മലപ്പുറം ജില്ലയിലെ വേണ്ടപ്പെട്ട ഒരാളുടെ കല്യാണത്തിന് ഞാൻ പങ്കെടുത്ത് പുതിയാപ്പിള ഇങ്ങനെ വരികയാണ്. അവൻ നല്ല പാന്റും സ്യൂട്ടും കോട്ടും എല്ലാം ഇട്ടിട്ടുണ്ട്. അവന്റെ കൂടെ ഒരു 10-25-30 ചെറുപ്പക്കാർ. അവർക്കൊക്കെ ഒരേ യൂണിഫോമാണ്. എല്ലാവരും കറുത്ത ഷർട്ടും വെളുത്തമുണ്ട് എന്ന് പറഞ്ഞാൽ ചില കുട്ടികളൊക്കെ, ഒരു 16-17 വയസ്സായ കുട്ടികളൊക്കെ ഈ മുതിർന്ന ആളുകളുടെ സദസ്സിലേക്കാണ് വരുന്നത് എന്ന് പോലും ഓർക്കാതെ അവരാ മുണ്ടൊക്കെ ഇങ്ങനെ മടക്കി കുത്തിയിട്ട് ഒരു പ്രത്യേകമായ സ്റ്റൈലിലാണ് അല്ലേ. ചില ആളുകൾ ഒരു കണ്ണടയും വെച്ചിട്ടുണ്ട്. ഞാൻ എന്റെ കൂടെയുള്ള ആളല്ലേ, ഞാൻ ആദ്യമായിട്ട് കാണാണല്ലോ, ഇതെന്താ ഒരു കോലം. അപ്പൊ എന്നോട് പറഞ്ഞു, നിങ്ങൾ ഈ ലോകത്തൊന്നും അല്ലേ ജീവിക്കുന്നത്, അതിപ്പോ ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ട്, അതിലുള്ള നായകന്റെ കോലാണ് ഈ താടി, ഈ ഷർട്ട്, ഈ തുണി, ഈ കണ്ണടയൊക്കെ. ചിന്തിച്ചു നോക്കൂ. അങ്ങനെ വലിയ പെരുന്നാൾ കഴിഞ്ഞപ്പോ എല്ലാവരുടെയും താടി പോയിരിക്കുന്നു. അപ്പൊ അന്വേഷിച്ച് നോക്കിയപ്പോ അതിനോടനുബന്ധിച്ച് ഇറങ്ങിയ ഒരു സിനിമയിൽ നായകൻ താടിയൊന്നും ഇല്ലാതെയാണ്. അതുകൊണ്ട് എല്ലാവരും താടി ഒഴിവാക്കി. ഞാൻ അങ്ങനെ ആലോചിക്കുകയാണ്, ഇനി അടുത്ത സിനിമയില് പകുതി മാത്രം താടി ഇങ്ങനെ വടിച്ച് ബാക്കി താടി വെച്ചിട്ടുണ്ടെങ്കിൽ കുറെ പേക്കോലങ്ങൾ അതുപോലെ ഉണ്ടാകും. ആരാണിത് ചെയ്യുന്നതെന്നറിയോ? റബീഉൽ അവ്വൽ എന്താ ആവാത്തത്? എന്തേ റബീഉൽ അവ്വൽ ആവാത്തത്? നമുക്ക് ആളെ ഏൽപ്പിക്കണ്ടേ? നമുക്ക് പോത്ത് ബുക്ക് ചെയ്യണ്ടേ? നമുക്ക് മൈക്ക് സെറ്റ് ബുക്ക് ചെയ്യണ്ടേ? എല്ലാറ്റിനും തയ്യാറായ, ദീനിനു വേണ്ടി മരിക്കാൻ വരെ തയ്യാറായ, അല്ലേ
എല്ലാരും ഉറപ്പാണ് ദീനിന് വേണ്ടിയിട്ട് നമ്മൾ ഷഹീദാവാൻ റെഡി, ദീനിന് വേണ്ടി ജീവിക്കാൻ തയ്യാറായില്ല. അവിടെ പ്രശ്നം. ആരാടോ പറഞ്ഞത് നമ്മോട് ദീനിന് വേണ്ടി മരിക്കാൻ? അതിനൊക്കെ സന്ദർഭങ്ങളും സമയമുണ്ട്. ഇത് മുഴുവൻ സമയം അങ്ങനെ ദീനിന് വേണ്ടി മരിക്കുക എന്നുള്ളതല്ലാതെ ദീനായിട്ട് ജീവിക്കാൻ കഴിയുന്നില്ല. അവിടെയാണ് ഈ രണ്ട് വിശ്വാസങ്ങൾ ഈ ആധുനിക കാലഘട്ടത്തിൽ മനസ്സിൽ അങ്ങ് പതിപ്പിക്കേണ്ടത്. അതില്ലെങ്കിൽ ഒരു രക്ഷയില്ല മുഅ്മിനേ. വഅളുകൊണ്ട് കാര്യമില്ല, ഉറൂസുകൊണ്ട് കാര്യമില്ല. എന്നാൽ ഇതുണ്ടെങ്കിലോ അതുകൊണ്ട് കാര്യമുള്ളു താനും. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, താടി വെക്കുക എന്നുള്ളത് തെറ്റായ കാര്യമാണോ? അല്ലല്ലോ, സുന്നത്തല്ലേ. വെള്ളത്തുണി ഉടുക്കലോ സുന്നത്താണ്. ഇൽബസൂ മിൻ സിയാബികുമുൽ ബയാ, നിങ്ങൾ വെള്ള വസ്ത്രം ധരിക്കണം. വകഫിനൂ ഫീഹാ മൗതാകും, നിങ്ങളിൽ നിന്ന് ഒരാൾ മരിച്ചാൽ നിങ്ങൾ അയാളെ ആ വെള്ളത്തുണിയിൽ മറമാട് കഫൻ ചെയ്യുകയും ചെയ്യണമെന്ന് മുഹമ്മദ് മുസ്തഫ. സ്വലാത്ത് ചൊല്ലൂ മുഹമ്മദ് മുസ്തഫ. ഈ രണ്ടാമത്തെ കാര്യം നമ്മൾ എല്ലാവരും ചെയ്യും. എത്ര മയ്യത്ത് കഫൻ ചെയ്യുന്ന കണ്ടിട്ടുണ്ട് നിങ്ങൾ? ആരെങ്കിലും ഒരു ചുവന്ന മറ്റേ മയ്യത്ത് കഫൻ ചെയ്യണതായിട്ടോ അതല്ലെങ്കിൽ കള്ളിത്തുണിയില് കഫൻ ചെയ്യണതായിട്ടോ ഞാൻ കണ്ടിട്ടില്ല, കാണൂല. അതിലെല്ലാവരും യാതൊരാമ. വെള്ളത്തുണി ഉടുക്കൽ തെറ്റല്ല, കണ്ണട വക്കൽ തെറ്റല്ല, കറുത്ത ഷർട്ട് ഇടാന്നുള്ളത് തെറ്റല്ല. പിന്നെ എപ്പോ അത് ഏതെങ്കിലും ഒരു സിനിമാ നടനെ അനുകരിച്ചാവുമ്പോ അല്ലേ? ഒഴിവാക്കണം ചെറുപ്പക്കാരെ. ഈ രണ്ട് വിശ്വാസങ്ങൾ സഹോദരീ സഹോദരന്മാരെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തിരിച്ചു കൊണ്ടുവരണം. ഒന്ന്, എന്റെ അല്ലാഹുവേ, ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നവനാണ്, ഞാൻ നിന്നിലുള്ള ഈമാനുള്ളയാളാണ്, ഞാൻ നിന്നെ അംഗീകരിക്കുന്നവനാണ്, നീ എന്റെ ശ്രദ്ധാവാണല്ലോ അല്ലാഹ്. രണ്ടാമതായി തമ്പുരാനെ, എനിക്ക് നീ ആഖിറം നിശ്ചയിച്ചിട്ടുണ്ടല്ലോ, പരലോകം നിശ്ചയിച്ചിട്ടുണ്ടല്ലോ. എന്റെ ഖബറിനുള്ളിൽ നിന്ന് എവിടെയാണോ ഞാനുള്ളത് അവിടെ നിന്ന് ഞാൻ പോകേണ്ടി വരുമല്ലോ അല്ലാഹ്. ഈ രണ്ട് ഈമാൻ, ആ രണ്ടാമത്തെ ഈമാൻ, ഇത് രണ്ടും ഉറപ്പിക്കുന്നതിന് വേണ്ടിയാണ് അല്ലാഹു തആല വലഖദ് ഖലഖ്നൽ ഇൻസാൻ, തീർച്ചയായും മനുഷ്യനെ നാമാണ് പടച്ചിട്ടുള്ളത് എന്ന് പറയുന്നത്. ജീവൻ അവൻ നൽകിയതാണ്, ആത്മാവ് അവൻ നൽകിയതാണ്, ജീവിതവും അവൻ നൽകിയതാണ്. ജീവൻ അവൻ നൽകിയതാണ്, ജീവിതം അല്ലാഹു നൽകിയതാണ്. ആ ജീവിതം അവസാനിപ്പിക്കുന്നതും അല്ലാഹുവാണ്. രണ്ടാമത് ജീവിതം തരുന്നവനും അല്ലാഹുവാണ്. അല്ലാഹുവിന്റേതല്ലാത്ത ഒരിടപെടലും ഒരാളിൽ നിന്നുമില്ല, ഒരാൾക്കും അതിൽ യാതൊരു സ്വാധീനവുമില്ലല്ലോ. യാ ഹയ്യു യാ ഖയ്യൂം യാ മൻ കുല്ലമാ നാദാഹു മുദർറുൻ അജാബ ദുആഹു വയറാദ ബീബൻ നംലി ഫീ ഗസഖി ദുജാ വയറാ കദാക തഖല്ലുബൽ അജ്ഫാനി. ഈ സൗണ്ട് ഓവറായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവാത്ത പ്രശ്നമുണ്ടോ? ഉണ്ടാവോ? എനിക്ക് ബുദ്ധിമുട്ടില്ല, പക്ഷെ ഉണ്ടോ എന്നുള്ളത് എന്നോട് ചോദിക്കുന്നു. ഇല്ലല്ലോ, ഇല്ല. അല്ലാഹു തആല നാഫിയായ ഇൽമിനെ തരട്ടെ, അല്ലാഹു തആല ഈമാൻ വർദ്ധിപ്പിച്ചു തരട്ടെ. നോക്കൂ നിങ്ങൾ, ഞാൻ പറഞ്ഞ എന്താണ്? ജീവൻ, റൂഹ്, ജീവിതം, ഹയാത്ത്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ. ചിന്തിക്കണം നമ്മൾ. ജീവിതം ഇത് പടച്ചോന്റെ ഭാഗത്ത് നിന്നല്ലാതെ യാതൊന്നും
യാതൊന്നുമില്ല. ഞാനൊരു ഉദാഹരണം പറയട്ടെ. കല്യാണം കഴിച്ചവരുണ്ടാകുമല്ലോ, മക്കളുള്ളവരുണ്ടാകുമല്ലോ. നിങ്ങളുടെ മകന്റെ മുഖം നിങ്ങളൊന്ന് മനസ്സിലോർത്തു നോക്കൂ. എന്റെ സഹോദരിമാരെ, നിങ്ങളുടെ മകളുടെ മുഖം നിങ്ങളൊന്ന് മനസ്സിലോർത്തു നോക്കൂ. ആർക്കെങ്കിലും പറയാൻ പറ്റുമോ എന്റെ മകൻ ഇങ്ങനെയാവണമെന്ന് ഞാൻ പ്രീ പ്ലാൻ ചെയ്തതായിരുന്നു? ഇല്ലല്ലോ. എന്റെ മകൾ ഇങ്ങനെയാവണം, അവളുടെ സ്വഭാവം എങ്ങനെയാവണം, അവളുടെ പെരുമാറ്റം ഇങ്ങനെയാവണം, ഇല്ലല്ലോ. അത് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ തീരുമാനമാണ്, അവന്റെ നിശ്ചയമാണ്. അവൻ എന്താണോ ഉദ്ദേശിച്ചത് അത് മാത്രമാണ്. നമ്മുടെ മക്കൾക്ക് ഇങ്ങനെയാണെങ്കിൽ നമുക്കും അങ്ങനെയാണ്. അല്ലാഹു തആല നമുക്ക് ജീവിതം നൽകി. നമ്മൾ വന്നു എപ്പോഴാണോ അള്ളാഹുവിന്റെ വിധി നമ്മളെ കൊണ്ടുപോകുന്നത് മടിയൊന്നും കൂടാതെ നമ്മൾ പോവുകയും ചെയ്യും. നമ്മളാരും സ്വന്തം ഇഷ്ടപ്രകാരം വന്നവരല്ല. ജീവിതം പോലെ തന്നെ വലിയ അത്ഭുതവുമാണ് മരണം. പ്രത്യേകിച്ച് മനുഷ്യന്റെ മരണം. ജീവജാലങ്ങളുടെ മരണമല്ല, മനുഷ്യന്റെ മരണം ജീവിതത്തെ പോലെ തന്നെ അത്ഭുതമാണ്. ആ റൂഹ് എങ്ങനെയാണ് അതിൽ വരുന്നത്, ആ റൂഹ് എങ്ങനെയാണ് പോകുന്നത്, അതെങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്, അതെപ്പോഴാണ്? ജീവിതത്തിൽ നമുക്ക് യാതൊരു സ്വാധീനവും ഇല്ലാത്തതുപോലെ മരണത്തിലും നമുക്ക് യാതൊരു സ്വാധീനവുമില്ല പ്രിയപ്പെട്ടവരെ. അതുകൊണ്ടാണ് മറ്റൊരാളുടെ ജീവൻ അപഹരിക്കൽ ഇസ്ലാം കഠിനമായി വിലക്കിയത്, അത് ഏറ്റവും വലിയ പാപമാക്കിയത്. അതുകൊണ്ടാണ് സ്വന്തം ജീവൻ ഒരാൾ തിരിച്ചെടുക്കുക എന്ന് പറയുന്നത്, ആത്മഹത്യ ചെയ്യുക എന്ന് പറയുന്നത് കഠിനമായ തെറ്റായി അല്ലാഹു തആല നരകത്തിലിട്ട് ശാശ്വതമായി ശിക്ഷിക്കുന്ന ഒരു തെറ്റായി അല്ലാഹു തആല പ്രഖ്യാപിക്കുന്നതും അതുകൊണ്ടാണ്. മനുഷ്യ, നിന്റെ ജീവിതം നീ ഉണ്ടാക്കിയതല്ലോ, നിന്റെ റൂഹ് നീ പണം കൊടുത്തു വാങ്ങിയതല്ലോ, നിനക്കതിൽ യാതൊരു സ്വാധീനവുമില്ലല്ലോ. അതുപോലെ നിന്റെ മരണത്തിലും നിനക്ക് യാതൊരു സ്വാധീനവുമില്ല. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത്ത്. അല്ലാഹു നമുക്ക് ബോധം നൽകുമാറാകട്ടെ. പടച്ചോന്റെ തീരുമാനം അതെപ്പോ, എങ്ങനെ, എവിടെ, അത്ഭുതകരമാണ്. ഇന്ന് നമ്മുടെ കൂടെയുള്ളവൻ നാളെയില്ല. ഇന്ന് നമ്മളൊക്കെ ആരോഗ്യത്തോടെയോട് നാളെയില്ല. ഞാന് ദാറുൽ ഹുദാ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ കൊടുങ്ങല്ലൂരിനടുത്തുള്ള തൃശൂർ ജില്ലയിലെ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നയാളാണ്. അവിടെ 300ഓളം കുട്ടികൾ പഠിക്കുന്നുണ്ട്. 10 വർഷമായിട്ട് ഹുദവി ബിരുദത്തിന് വേണ്ടിയിട്ട് കുട്ടികൾ പഠിക്കുന്ന നിങ്ങളുടെ തൊട്ടടുക്കലുള്ള മലബാർ ഇസ്ലാമിക് കോംപ്ലക്സിനെ പോലെ, അതുപോലെ നമ്മുടെ ഈ കാസർഗോഡുള്ള മാലിക് ദീനാർ കോളേജിനെ പോലെയുള്ള ഒരു സ്ഥാപനമാണ്. 300ഓളം കുട്ടികൾ പഠിക്കുന്നുണ്ട്. ദാറുൽ ഹുദായുടെ സ്വഭാവം നിങ്ങൾക്കറിയാലോ. ഈ ഹുദവി ബിരുദം എന്ന് പറയുന്നത് 10 വയസ്സായ 11.5 വയസ്സിൽ കൂടാത്ത കുട്ടികളെ ചേർത്തിട്ട് 12 കൊല്ലം പഠിപ്പിക്കുന്ന സിസ്റ്റമാണ് ഹുദവി ബിരുദത്തിന് വേണ്ടിയുള്ള സിസ്റ്റം എന്ന് പറയുന്നത്. ഇന്നലെ ഇവിടെ വന്ന സിംസാറുൽ ഹഖ് ഹുദവി, അതിന്റെ മുമ്പ് വന്ന മുനീർ ഹുദവി, വിനീതനായ ഞാനടക്കമുള്ളവർ ഞങ്ങളുടെ 10ാം വയസ്സിൽ ദാറുൽ ഹുദയിൽ ചെന്നയാളുകളാണ്. ഞാൻ 996 ദാറുൽ ഹുദയിൽ പോകുന്നത്. 996 മാർച്ച് മാസം 9-ാം തീയതിയാണ്. അന്ന് വിനീതനായി എനിക്ക് 10 വയസ്സായിരുന്നു. 2007 ഞാൻ ദാറുൽ ഹുദയിലെ 12 കൊല്ലത്തെ പഠനം പൂർത്തിയാക്കി ഞാൻ പുറത്തിറങ്ങുന്നത്. ഈ കഴിഞ്ഞ വർഷം ഞങ്ങളുടെ സ്ഥാപനത്തിലെ പുതിയ കുട്ടികളുടെ അഡ്മിഷൻ ഉണ്ടായത് ഈ കഴിഞ്ഞ മാസം ഓഗസ്റ്റ് മാസം 5-ാം തീയതിയാണ്. 45 കുട്ടികളെ ഞങ്ങൾ ചേർത്തു. അങ്ങനെ കുട്ടികളൊക്കെ ഇങ്ങനെ 10 വയസ്സായ 10.5 വയസ്സായ 11 വയസ്സായ കുട്ടികളാണ്. ഒക്കെ ചെറിയ ചെറിയ കുട്ടികളാണ്. എട്ടും പൊട്ടും തിരിയാത്ത പാവപ്പെട്ട മക്കളാണ്. അങ്ങനെ ഈ 45 കുട്ടികൾക്കിടയിൽ ഒരു പിതാവ് ഞങ്ങളെ അടുക്കലേക്ക് ഈ പൊന്നുമോന്റെ കൈയും പിടിച്ചു വന്നു. ഉസ്താദേ, എന്റെ നാട് മലപ്പുറം ജില്ലയിലെ പൂക്കുളത്തൂരാണ്. ഞാൻ സൗദിയിൽ ജോലി ചെയ്യുന്നയാളാണ്. അവിടെ ഒരു കമ്പനിയിലാണ്. ആ കമ്പനിയിൽ നിന്ന് എനിക്ക് അനുവദിച്ചിരുന്ന ലീവ് ഈ മാസം
15-ാം തീയതിയാണ്. ഞാൻ കുറച്ച് നേരത്തെ പറഞ്ഞിട്ട് ഉസ്താദേ ഇവനെ കൊണ്ടുവരാൻ ആളില്ലാത്തത് കൊണ്ട് ഞാൻ ഇന്നലെ തന്നെ ഞാൻ ഇങ്ങോട്ട് പോന്നു. ഇന്ന് 5-ാം തീയതിയാണല്ലോ. ഇന്നലെ രാത്രിയാണ് ഞാൻ വന്നത്. ഇന്നലെ രാത്രിയാണ് ഞാൻ കരിപ്പൂര് ഫ്ലൈറ്റ് ഇറങ്ങിയത്. എന്നിട്ട് ഞാൻ ഇന്ന് രാവിലെ ഇങ്ങോട്ട് പോരുകയും ചെയ്തു. ഉസ്താദേ എന്റെ മൂത്ത മോനാണ്, നോക്കണം, നന്നായി നോക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ആ കുട്ടിയുടെ പിതാവ് കണ്ണീരോടുകൂടെ മോനെ ഇൽമു പഠിപ്പിക്കാൻ വേണ്ടി 12 കൊല്ലം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ അടുക്കൽ ചേർത്തിട്ട് ആ പിതാവ് പോയി. അങ്ങനെ കുട്ടികൾക്കൊരു സ്വഭാവം ഉണ്ടാകും. കുട്ടികൾ കരയാൻ തുടങ്ങും. കുട്ടികൾ കരയുന്നു, എനിക്ക് ബാപ്പയെ കാണണം, എനിക്ക് ഉമ്മയെ കാണണം, എനിക്ക് വീട്ടിൽ പോകണം, വല്ലാത്ത കരച്ചിലാണ്. അങ്ങനെ അടുത്ത വ്യാഴാഴ്ച ഇവന്റെ വാപ്പ വീട്ടിൽ നിന്ന് ഫോണിലേക്ക് ഉസ്താദിന്റെ ഫോണിലേക്ക് വിളിക്കുകയാണ്. ഉസ്താദേ എന്റെ മോനെ ഒന്ന് കിട്ടണമല്ലോ. ഉസ്താദ് മോന്റെ കയ്യിൽ ഫോൺ കൊടുത്തു. അവൻ ഫോൺ വാങ്ങിയിട്ട് വലിയ കരച്ചിലാണ്. എനിക്ക് വീട്ടിൽ പോരണമെന്ന് പറഞ്ഞിട്ട് അവൻ കരയുകയാണ്. അപ്പൊ വാപ്പ പറഞ്ഞു, മോനെ നാളെ വെള്ളിയാഴ്ചയാണല്ലോ, നാളെ ഏതായാലും ക്ലാസ് ഇല്ലല്ലോ, നീ വീട്ടിലേക്ക് പോരണ്ട, പകരം ഞാൻ നിന്നെ കാണാൻ വേണ്ടി അങ്ങോട്ടൊന്ന് വരാം എന്ന് പറഞ്ഞിട്ട് ഉസ്താദിനോട് പറയുകയാണ്, ഉസ്താദേ മോന് വല്ലാത്ത കരച്ചിലാണ്, ഞാൻ ഏതായാലും നാളെ ഫ്രീ ആണല്ലോ, ഞാൻ നാളെ അങ്ങോട്ടൊന്ന് വരാം. ഉസ്താദിനും സന്തോഷമായി, കുട്ടിക്കും സന്തോഷമായി. അവന്റെ കരച്ചിലൊക്കെ മാറി. അവൻ പിന്നെ കളിക്കാൻ പോയി. പിറ്റേ വെള്ളിയാഴ്ചയാണല്ലോ. വെള്ളിയാഴ്ച ദിവസം രാവിലെ ഒരു 9 മണിക്ക് ഞങ്ങളൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് അയാളുടെ വീട്ടിൽ നിന്ന് ഉസ്താദിന്റെ ഫോണിലേക്ക് ഫോൺ വരുന്നത്. എന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷയോടെ ഉസ്താദ് ഫോൺ എടുത്തപ്പോ അവന്റെ ഉപ്പയല്ല സംസാരിക്കുന്നത്, വീട്ടിൽ നിന്ന് മറ്റാരോ ആണ്. ഉസ്താദേ ഇന്നാലിന്ന കുട്ടിയുടെ വാപ്പ മരിച്ചിരിക്കുന്നു. 38 വയസ്സുള്ള ചെറുപ്പക്കാരനാ, കഴിഞ്ഞ വരവിൽ വീട് ഉദ്ഘാടനം ചെയ്ത ചെറുപ്പക്കാരനാ. ഞങ്ങൾക്കുണ്ടായ ദുഃഖം, ഞങ്ങൾ ഞെട്ടിപ്പോയത് ഈ പ്രിയപ്പെട്ട പിതാവ് മരിച്ചു പോയതിലല്ല, 10 വയസ്സായ പൊന്നുമോനെ എങ്ങനെയാണ് 150 കിലോമീറ്റർ അപ്പുറത്തുള്ള അവന്റെ വീട്ടിലേക്ക് എത്തിക്കുന്നത്, എങ്ങനെയാണ് ഈ കാര്യം അവനോട് പറയുന്നത്. അവസാനം ഞങ്ങളൊക്കെ തീരുമാനിച്ചു, ഇവന്റെ അടുക്കൽ പോയിട്ട് ഞങ്ങൾ ഇവനോട് പറഞ്ഞു, ഉസ്താദുമാർക്ക് നിന്റെ വീടിന്റെ സമീപത്തൊന്ന് പോകേണ്ടതുണ്ട്, നീ ഒന്ന് പോന്നോളൂ, നിനക്ക് വീട്ടിലൊന്ന് പോകാമല്ലോ. അവന്റെ സന്തോഷം പറഞ്ഞറിയിക്കാൻ വയ്യ. അവൻ കൂട്ടുകാരോട് യാത്ര പറഞ്ഞു. ഞങ്ങളതിങ്ങനെ കാണുന്നുണ്ട്, വരാന്തയിൽ നിന്ന് അവനിങ്ങനെ സന്തോഷത്തോടെ പറയുന്നുണ്ട്, ഉസ്താദുമാര് പോകുന്നുണ്ട്, അപ്പൊ ഞാൻ അവരുടെ കൂടെ പോവുകയാണ്. പാവം ആ കുഞ്ഞിന് കാര്യം അറിയില്ലല്ലോ, അല്ലാഹുവിന്റെ പരീക്ഷണമാ കുഞ്ഞിനറിയില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ വണ്ടിയിൽ കയറി. എങ്ങനെയെങ്കിലും ഒരു സൂചന ഇവന് കൊടുക്കണം എന്നെന്റെ മനസ്സിലുണ്ട്. പക്ഷേ മനസ്സ് സമ്മതിക്കുന്നില്ല. വാഹനം ഇങ്ങനെ പോവുകയാണ്. തിരൂരിലെത്തിയപ്പോൾ വല്ലാത്ത വിശപ്പ്, രാവിലെയാണല്ലോ, നന്നായി വിശക്കുന്നുണ്ട്. ഒരു ഹോട്ടലിന്റെ മുമ്പിൽ വണ്ടി നിർത്തി. അവൻ പറഞ്ഞു, ഞാൻ വണ്ടിയിൽ നിന്നിറങ്ങുന്നില്ല, നീ ഇറങ്ങി, നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് പോകാം, എനിക്ക് വിശക്കുന്നില്ല. എന്താ നിനക്ക് വിശക്കുന്നില്ലേ, നീ വണ്ടിയിൽ നിന്നിറങ്ങി, നമുക്ക് എന്തെങ്കിലും കഴിച്ചിട്ട് പോകാം. അവസാനം അവൻ പറഞ്ഞു, ഉസ്താദേ ഞാൻ കഴിക്കുന്നില്ല, എനിക്ക് വിശക്കുന്നില്ല. വീണ്ടും പറഞ്ഞപ്പോ അവൻ പറയാണ്, ഞാൻ വീട്ടിൽ പോയിട്ട് കഴിച്ചോളാം. വീണ്ടും നിർബന്ധിച്ചപ്പോഴവൻ പറയുകയാണ്, ഉസ്താദേ വാപ്പാന്റെ കൂടെ ഇരുന്ന് ഞാൻ കഴിച്ചോളാം, വാപ്പ എന്നെ കാത്തിരിക്കുന്നുണ്ടാകും. വാപ്പ വന്നിട്ട് വാപ്പാന്റെ കൂടെ ഇരുന്നിട്ടില്ലല്ലോ, ഞാൻ വാപ്പാന്റെ കൂടെ ഇരുന്നോളാം. ഞങ്ങളുടെ കണ്ണുകൾ നിറഞ്ഞു പോയി. ഈ പൊന്നുമോനോട് എന്ന് പറയണം. ഏതായാലും ഞങ്ങൾ യാത്ര തുടർന്നു. അവന്റെ വീടിന്റെ മുമ്പിലെത്തി. ഞങ്ങളൊക്കെ ഇങ്ങനെ സങ്കടത്തോടെ നിൽക്കുകയാണ്. എന്താ ഉണ്ടാകുന്നത്? അങ്ങനെ ഇവൻ വണ്ടിയിൽ നിന്നിറങ്ങി. ആളുകളൊക്കെ അവിടെ ഇങ്ങനെ കൂടിയിട്ടുണ്ട്. ഒരു ചെറിയ ടാർപോളിൻ കൊണ്ട് അവന്റെ വീടിന്റെ മുമ്പിൽ പന്തലിട്ടിട്ടുണ്ട്. അവൻ ഇങ്ങനെ നോക്കുകയാണ്, എന്താ കാര്യം, എന്താ സംഭവം. അവന്റെ ഒരു അമ്മ അവൻ വന്നിട്ട് അവനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് കൊണ്ടുപോയിട്ട് ഞങ്ങളും പിന്നാലെ പോയി. സുബ്ഹാനല്ലാഹ്, ആളുകളൊക്കെ ഇവനെ ഇങ്ങനെ തുറിച്ചു നോക്കുന്നുണ്ട്. കാരണം ഇവൻ മൂത്ത കുട്ടിയാണ്. വീടിന്റെ പൂമുഖത്തേക്ക് ഞങ്ങൾ എല്ലാവരും കയറി ചെന്നപ്പോ ഇവൻ കാണുകയാണ്, ഒരു മയ്യിത്ത് കിടക്കുന്നു. ഇതാരുടെ മയ്യിത്താന്നറിയില്ല, ഇതെന്താ സംഭവം എന്നറിയില്ല. ആ പ്രിയപ്പെട്ട അമ്മാവൻ ഈ പിഞ്ചുപാലിനെ ചേർത്ത് പിടിച്ചിട്ട് ആ മയ്യിത്തിന്റെ മുമ്പിലേക്ക് കൊണ്ടുപോയി. ആ മയ്യിത്തിന്റെ മുകളിലുള്ള ആ തുണി അങ്ങ് മാറ്റി കൊടുത്തപ്പോ സുബ്ഹാനല്ലാഹ്,
ആരുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കണമെന്നാണോ താൻ വിചാരിച്ചത്? ഇന്ന് വൈകുന്നേരം വരാം, കാണാൻ വരാം എന്ന് പറഞ്ഞ പ്രിയപ്പെട്ട ഉപ്പ അവിടെ മരിച്ചു കിടക്കുന്നത് കണ്ടപ്പോ ആ പൊന്നുമോന് വാവിട്ട് നിലവിളിച്ചത്, അവനാകെ കരഞ്ഞ അവശനായി പോയത്, 10 വയസ്സായ പൊന്നുമോന്റെ കണ്ണുകൾ നിറഞ്ഞു പോയത് എന്റെ ജീവിതത്തിൽ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു കാഴ്ചയാണ്. ഇതിന്റെ തീരുമാനമാരാ? ആര് ജീവൻ നൽകി? ആരത് തിരിച്ചെടുക്കുന്നു? അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത്ത്. നമ്മുടെ മരുന്ന് കൊണ്ട് പ്രയോജനമുണ്ടോ? നമ്മുടെ ഗുളിക കൊണ്ട് പ്രയോജനമുണ്ടോ? ഒരു പ്രയോജനവുമില്ല. റഹ്മാനായ റബ്ബ് നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹു തആല നമ്മുടെ സദസ്സ് കബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മുടെ പിറകുവശം എന്ന് പറഞ്ഞാൽ സ്റ്റേജിന്റെ പിറകുവശം, പിന്നിൽ നിന്നുള്ള അർത്ഥമാണല്ലേ. അപ്പൊ എന്ത് ചെയ്യാന്നറിയാം? 2 ഓപ്ഷനാണ് സദസ്സിന്. ഒന്ന് പതുക്കിട്ട് എഴുന്നേറ്റ് ആ മുമ്പ് ഫില്ല് ചെയ്യാം, അല്ലെങ്കിൽ ഈ കസേര കൊണ്ടുപോയിട്ട് നിൽക്കുന്ന ആൾക്കാർ കൊടുക്കുക. അവര് നിന്ന് അതിന്റെ മജ്ലിസ് എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലെ. മജ്ലിസ് എന്നാ പറയാറ്. മജ്ലിസ് എന്ന് പറഞ്ഞാൽ ഇരിക്കുന്ന സ്ഥലം എന്നതിന്റെ അർത്ഥം. അപ്പൊ ഏത് ഓപ്ഷനാ സ്വീകരിക്കണത്? യാ അല്ലാഹ്. ഒരു സ്വലാത്താണ് ചൊല്ലിയിട്ട് എല്ലാവരും മുന്നോട്ടിരുന്നോളൂ. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. ആ വേഷത്തോടെ സ്വലാത്തുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ്. അപ്പൊ ഇനി ഞാൻ നിൽക്കരുത് കേട്ടോ. കുറച്ച് സമയം ഇരുന്ന് കേൾക്കാൻ ഉദ്ദേശിക്കുന്നവരൊക്കെ സദസ്സിൽ വന്നിട്ട് ഇരിക്കും. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മൾ ഈ പറയുന്നതൊക്കെ ഈമാനിന്റെ ചലനം ഹൃദയത്തിൽ ശ്രദ്ധിക്കുന്ന അറിവുകളാക്കി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അതുകൊണ്ട് അള്ളാഹു തആല നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്, മനുഷ്യ നീ വളരെ നിസ്സാരനാണ്. നിനക്ക് സൃഷ്ടികളുടെ മുമ്പിലും അഹങ്കരിക്കാൻ വകുപ്പില്ല. നിനക്ക് അള്ളാഹുവിന്റെ മുമ്പിലും അഹങ്കരിക്കാൻ വകുപ്പില്ല. നിനക്ക് വകുപ്പുള്ളത് വിനയം കാണിക്കാൻ മാത്രമാണ്. മുഹല്ലബ് ഇബ്നു അബീ സുഫിയാൻ വലിയ ഒരു യോദ്ധാവായി. ഞാനത് പ്രത്യേകമായിട്ട് പറയാൻ കാരണം, ഒരുപക്ഷെ പടച്ചോന്റെ മുമ്പിൽ അഹങ്കാരം കാണിക്കുന്നില്ലെങ്കിലും നമ്മളുടെയൊക്കെ ജീവിതത്തിൽ അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടാവാറാണ്. ചെറുപ്പക്കാര് അല്ലേ, നന്നായി ഭക്ഷണം കഴിക്കുക, നല്ല ശരീരങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് ചില ചെറുപ്പക്കാരുടെ ഒരു ട്രെൻഡാണ്. ആന്നോ? അല്ലേ? നേരെ തിരിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കുക മാത്രം, പിന്നെ അതിലൂടെ വരുന്ന എല്ലാ രോഗങ്ങളും എഴുതി വെക്കുക, എന്നിട്ട് അതിനിങ്ങനെ ചികിത്സ തേടുക, അത് വേറെ കാര്യം. എന്നാലും ചില ചെറുപ്പക്കാരുടെ ഒരു ഹരാണ് നല്ല ജിംനേഷ്യത്തിലൊക്കെ പോയിട്ട് എത്ര പാക്ക് അതിന് പറയാം? 4 പാക്കോ അല്ല, പിന്നെ 6 പാക്ക് എന്നാ പറയാ അല്ലെ. ഇവിടെ ഒന്ന് അങ്ങനെയൊക്കെ ആയിട്ട് അവരുടെ അടുക്കലൂടെ പോകുമ്പോൾ തന്നെ നമുക്കൊരു പേടിയായിരിക്കും. അവരിങ്ങനെ ബൈക്കിലൊക്കെ വരുന്നുണ്ടെങ്കിൽ നമ്മൾ 2 മീറ്റർ അപ്പുറത്തേക്ക് മാറി നിൽക്കേണ്ടി വരും അല്ലേ. മനസ്സിലൊരു പക്ഷെ ഒന്നും ഉണ്ടാവില്ല. എന്നാലും ഖുർആൻ പറഞ്ഞല്ലോ, ലുഖ്മാൻ അലൈഹിസ്സലാമിന്റെ ഉപദേശമായി, മോനെ നീ ഭൂമിയിൽ അഹങ്കാരത്തോടുകൂടെ നടക്കരുത്. അല്ലേ, അഹങ്കാരത്തോടുകൂടെ നടക്കരുത് എന്ന് പറഞ്ഞാൽ ഞാൻ എവിടെയാ നടക്കുന്നത്? ഞാൻ ബൈക്കിൽ ചീറിപ്പായാന്നല്ലോ, ഞാൻ വാഹനത്തിൽ പോവാണല്ലോ. നടക്കരുതെന്ന് പറഞ്ഞാൽ ഭൂമിയിൽ പെരുമാറരുത് അല്ലേ. إنك لن تخرق الأرض ولن تبلغ الجبال طولا. നീ എത്ര ശക്തിയിൽ ചവിട്ടിയാലും ഭൂമി വിളർത്താൻ കഴിയില്ലല്ലോ. നീ എത്ര വലുതായാലും പർവ്വതത്തോളം ഉയരാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് അത് മനസ്സിൽ നിന്ന് പറിച്ചെറിഞ്ഞോ വിശുദ്ധ ഖുർആൻ. അപ്പോ പരമാവധി വിനയം കാണിക്കുക. മുഹല്ലബ് ഇബ്നു അബീ സുഫിയാൻ അദ്ദേഹം വലിയ യോദ്ധാവായി ബഹുമാനപ്പെട്ടവരിങ്ങനെ ആ മനുഷ്യൻ ഇങ്ങനെ നടന്നു പോകുമ്പോ, ആളുകൾക്കിടയിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോ തന്റെ നെഞ്ചൊക്കെ വിരിച്ച് ഒരു വലിയ അഹങ്കാരിയെ പോലെ അങ്ങനെ നടക്കുകയാണ്. ഞാൻ ആരുടാന്നുള്ള മണ്ഡലത്തിൽ അല്ലേ.
അങ്ങനെ നടക്കുകയാണ്. എന്നെ തകർക്കാൻ ആരുമില്ല, എന്നെ തൊടാൻ ആരുമില്ല, അല്ലെങ്കിൽ ഞാൻ എല്ലാ തന്റെ ആളാണ് അല്ലേ, അങ്ങനെ നടക്കുകയാണ്. ഇദ്ദേഹത്തെ കണ്ടു മാലിക് ബിൻ ദീനാർ എന്ന മഹാൻ. ആ മഹാൻ മുഹല്ലബിനോട് പറയുകയാണ്, മുഹല്ലബേ, എന്തിനാണ് നീ ഇങ്ങനെ അഹങ്കരിച്ച് നടക്കുന്നത്? നിനക്കതിന് എന്ത് വകുപ്പാണുള്ളത്? ഒരു വകുപ്പുമില്ലല്ലോ മുഹല്ലബേ. എന്തേ കാര്യം? അവ്വലുക നുത്ഫത്തുൻ ഖദിറ. നിന്റെ തുടക്കം എന്ന് പറഞ്ഞാൽ ആളുകൾ അറപ്പോടെ കാണുന്ന മ്ലേച്ഛമായ ഇന്ദ്രിയത്തുള്ളിയല്ലയോ. നിന്റെ അവസാനമാണെങ്കിലോ ദുർഗന്ധം വമിക്കുന്ന മൃതശരീരമല്ലയോ. അതിനിടയിൽ നീ കേവലം കാഷ്ടം ചുമക്കുന്ന ഒരു ശരീരമല്ലയോ. പിന്നെ നിനക്ക് അഹങ്കരിക്കാൻ എവിടെയാണ് വകുപ്പ്? നീ ആരുടെ മുമ്പിലാണ് ഈ പുളപ്പ് കാണിക്കുന്നത്? അല്ലാഹുവിന്റെ റസൂൽ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അജബൽ ഇബ്നു ആദം, മനുഷ്യന്റെ കാര്യം അത്ഭുതം തന്നെ. യതകബ്ബർ, അവൻ അഹങ്കാരിയായി മാറുകയാണ്. അവൻ ഒന്നുകിൽ അല്ലാഹുവിനോട് അഹങ്കരിക്കുന്നു, അല്ലെങ്കിൽ മറ്റുള്ളവരോട് ഞാൻ അവനെക്കാളും സമ്പന്നനാണ്, അവന്റെ വാഹനത്തെക്കാളും നല്ല വാഹനമുണ്ട് എനിക്ക്, അവന്റെ വീടിനേക്കാളും നല്ല വീടുണ്ട് എനിക്ക്, അല്ലേ? സഹോദരിമാരെ, അവളെക്കാളും സൗന്ദര്യമുണ്ട്, അവളെക്കാൾ സുന്ദരനായ ഭർത്താവുണ്ട്, ഇങ്ങനെ എല്ലാം കാൾ മറ്റുള്ളവരെക്കാൾ ഒരു വകുപ്പുമില്ല. എന്തുകൊണ്ടെന്നാൽ രണ്ട് തവണ അവൻ മൂത്രദ്വാരത്തിലൂടെ പുറത്തു വന്നയാളല്ലോ എന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ കയ്യിലേക്കൊന്ന് തുപ്പിയിട്ട് റസൂലുള്ള പറയാണ്, അല്ലാഹു പറയുന്നുണ്ട്, യബ്ന ആദം, അല്ലയോ മനുഷ്യ, അന്നാ തുഅജിസുനി, എങ്ങനെയാണ് നിനക്ക് എന്നെ അശക്തനാക്കാൻ കഴിയുക? നിനക്ക് എങ്ങനെയാണ് എന്നെ അശക്തനാക്കാൻ കഴിയുക? എന്റെ മീതെ ചാടാൻ കഴിയുക? അൻവലഖദ് ഖലഖതുക മിൻ മിസ്ലി ഹാദിഹി, ഇതുപോലെയുള്ള നിസ്സാരമായ ഒരു ഇന്ദ്രിയത്തുള്ളിയിൽ നിന്നല്ലയോ നിന്നെ ഞാൻ സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന് അല്ലാഹു പറയുന്നതായി മുഹമ്മദ് മുസ്തഫ. ലഹു കുല്ലു ദർറാത്തിൽ വജൂദി ശവാഹിദു അലാ അന്നഹുൽ ബാരിൽ ഇലാഹിൽ മുസവ്വിറു. മുഅ്മിനീങ്ങളെ, ഈമാനുള്ളവരെ, എല്ലാ അണുക്കളിലും അല്ലാഹു തമ്പുരാന്റെ ദൃഷ്ടാന്തങ്ങളാണ്. ഓരോ ദൃഷ്ടാന്തങ്ങളും നമ്മെ ബോധ്യപ്പെടുത്തുന്നതാകട്ടെ അല്ലാഹുവാണ് അൽ മുസവ്വിറു, എല്ലാ രൂപവും നൽകുന്നവൻ. അങ്ങനെ പടച്ചവനെ പറ്റി അങ്ങോട്ട് മനസ്സിലാക്കിയാൽ ഈമാൻ അങ്ങോട്ട് കൂടും, അല്ലേ? ഈമാൻ കൂടാ. തങ്ങളുടെ സഹാബികളുടെ കൂട്ടത്തിൽ എന്ന ഒരു സഹാബി ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ പുത എന്നാണ് അതിന്റെ അർത്ഥം. എന്ന് പറഞ്ഞാലോ രണ്ട് പുതപ്പുള്ളയാൾ. ഇദ്ദേഹത്തിന്റെ വീട് മദീനയുടെ അതിർത്തിക്കപ്പുറത്തുള്ള ഒരു മലയുടെ മുകളിലായിരുന്നു. വാപ്പയും ഉമ്മയും ഒക്കെ ചെറുപ്പത്തിലെ മരിച്ചു. ഈ പൊന്നു സഹാബിയെ, ഈ ചെറുപ്പക്കാരനെ വളർത്തിയിരുന്നത് തന്റെ പ്രിയപ്പെട്ട മൂത്താപ്പയായിരുന്നു, പിതാവിന്റെ സഹോദരനായിരുന്നു. ഈ സഹോദരൻ സകല സൗകര്യങ്ങളും നൽകിയിട്ട് അബ്ദുൽ ഉസ്സ എന്ന ഈ ചെറുപ്പക്കാരനെ വളർത്തി. ഈ ചെറുപ്പക്കാരൻ തന്റെ കൂട്ടുകാരിൽ നിന്ന് മദീനയിലെത്തിയ മുഹമ്മദുർ റസൂലിനെ കുറിച്ചറിഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ അറിഞ്ഞപ്പോൾ നബിയെ കാണണം, നബിയെ വിശ്വസിക്കണം, ആ ഈമാൻ പുൽകണം. ഒരുപാട് ദിവസങ്ങൾ കാത്തുനിന്നു. തന്റെ മൂത്താപ്പ വിശ്വസിച്ചാൽ തനിക്ക് വിശ്വാസം സുഗമമാകുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ എത്രയായിട്ടും മൂത്താപ്പ വിശ്വസിക്കുവാൻ തയ്യാറാകുന്നില്ല, മൂത്താപ്പ വിശ്വസിക്കുന്നില്ല. അങ്ങനെ ഒരിക്കൽ ഈ
മൂത്താപ്പയുടെ മുമ്പിൽ ചെന്ന് അബ്ദുൽ ഉസ്സ പറയുകയാണ്, അല്ലയോ എന്റെ പ്രിയപ്പെട്ട പിതൃവ്യരെ, ഞാൻ മദീനയിലേക്ക് പോവുകയാണ്, ഞാൻ മുഹമ്മദ് നബിയെ കാണാൻ പോവുകയാണ്. നിങ്ങളുടെ കൂടെ ഇനി ബിംബങ്ങളെ ആരാധിക്കാൻ ഞാനില്ല. മൂത്താപ്പ പൊട്ടിത്തെറിച്ചിടാ, നന്ദിയില്ലാത്തവനെ, നിന്നെ ഇത്രയും കാലം ഞാൻ നോക്കിയിട്ട് നീ എനിക്ക് തരുന്ന പ്രതിഫലം ഇതാണോ? ഞാൻ നിന്നെ പൂർണ്ണമായിട്ടും ഞാൻ കൈവെടിയും. ഇനി ഒരാനുകൂല്യവും നിനക്ക് കിട്ടില്ല. ഊരടാ നിന്റെ ഷർട്ടൂരി, വസ്ത്രങ്ങളൂരി, എല്ലാ മുതലുമൂരി, അവസാനം നാണം മറക്കാൻ ആവശ്യമായ ഒരു ചെറിയ പുതപ്പിന്റെ കഷ്ണം മാത്രം കൊടുത്തു. അതുകൊണ്ടൊന്നും നന്നായിട്ട് നടക്കാൻ കഴിയില്ല. ഈ സ്വഹാബി ഉണ്ടല്ലോ, ആ മലയുടെ മുകളിൽ നിന്ന് ഈ ചെറിയ പുതപ്പും ഉടുത്തുകൊണ്ട് ഇങ്ങനെ വരികയാണ്. മരുഭൂമി താണ്ടി കാലിൽ ചെരിപ്പില്ല. അങ്ങനെ ഒരു ളുഹർ നിസ്കാരത്തിന്റെ സത്യമായപ്പോഴേക്കാണ് ഇലാ ഹളറത്തി റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് വരുന്നത്. നബിയുടെ അടുക്കലേക്ക് വന്നപ്പോഴേക്ക് ഈ പുതപ്പിന്റെ കഷ്ണം 2 കഷ്ണമായി മാറിയിരുന്നു. അപ്പൊ സ്വാഭാവികമായും സ്വഹാബികൾ ഇതാരാ? ദുൽബിജാദൈൻ, 2 പുതപ്പിന്റെ കഷ്ണം വസ്ത്രമായിട്ടെടുത്ത ആള് അല്ലേ? നമ്മൾ ചിലപ്പോ ഷർട്ടിന്റെ നിറം അനുസരിച്ച് അല്ലെങ്കിൽ സാധാരണ എടുക്കുന്ന വസ്ത്രം അനുസരിച്ച് ജുബ്ബ സ്ഥിരമായിട്ട് ഇടുന്ന ഒരാളാണെങ്കിൽ നമ്മൾ അയാളെ പറ്റി പറയും ജുബ്ബക്കാരൻ അല്ലേ? അല്ലെങ്കിൽ തലയിൽ എന്തെങ്കിലും പ്രത്യേകമായിരിക്കുന്നത് കിട്ടുന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റി പറയും. ഇങ്ങനെ ഓരോ രീതിയിൽ പറയുന്നത് പോലെ ഈ സ്വഹാബിയെ ആദ്യം കണ്ടപ്പോൾ ഇങ്ങനെ 2 കഷ്ണമായതുകൊണ്ട് 2 കഷ്ണമുള്ള വസ്ത്രം എടുത്ത ആള് ദുൽബിജാദൈൻ. നബി അന്വേഷിച്ചു ആരാണിത്. അങ്ങനെ അവസാനം തന്റെ കഥകൾ മുഴുവൻ പറഞ്ഞു, എല്ലാ കാര്യങ്ങളും വിശദീകരിച്ചു കൊടുത്തു. മസ്ജിദുൻ നബവിയിലെ ഒരു അന്തേവാസിയായി ചെറുപ്പക്കാരൻ കൂടി നബിയോടുകൂടെ എല്ലാ യുദ്ധങ്ങളിലും പങ്കെടുത്തു. ശക്തമായ പോരാട്ടങ്ങൾ നടത്തി. ഒരു ദിവസം അതാ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തബൂക്ക് യുദ്ധത്തിലേക്ക് പുറപ്പെടുകയാണ്. തബൂക്ക് യുദ്ധത്തിന് പോകുമ്പോൾ പറയുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഈ യുദ്ധത്തിൽ രക്തസാക്ഷിയാവാൻ അല്ലാഹുവിനോട് ദുആ ചെയ്യണേ. പറഞ്ഞു റസൂലുള്ളാഹി, ഇല്ല, ഞാൻ ദുആ ചെയ്യില്ല. വീണ്ടും പറഞ്ഞു, നബിയേ, എനിക്കാഗ്രഹം കൊണ്ടാണ്. എത്ര കാലമായി ഞാൻ അങ്ങയോടുകൂടെ പോരാടുന്നു. എനിക്ക് അങ്ങയോടുകൂടെ പോരാടിയിട്ട് മരിക്കണം നബിയേ, ഞാൻ ദുആ ചെയ്യില്ല. 3ാമത്തെ തവണ പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി ദുആ ചെയ്തു, അല്ലാഹുവേ, ഈ ചെറുപ്പക്കാരന് നീ നല്ല മരണം നൽകണമേ. തബൂക്ക് യുദ്ധത്തിന് പോയി പോകുന്ന വഴിയിൽ ദുൽബിജാദൈനിക്ക് കഠിനമായ രോഗം ബാധിച്ചു. റസൂലുള്ളാഹി തങ്ങൾ രോഗത്തിൽ ശുശ്രൂഷിച്ചു. അങ്ങനെ ആ ചെറുപ്പക്കാരൻ മരിച്ചുപോയി. മരിച്ചപ്പോൾ ഖബറടക്കം ചെയ്യുകയാണ്. ബഹുമാനപ്പെട്ട സ്വഹാബികൾ പറയുകയാണ്, ഖബറിന്റെ ഉള്ളിലേക്ക് റസൂലുള്ളാഹി ഇറങ്ങി, അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇറങ്ങി, ഉമർ തങ്ങളും ഇറങ്ങി. ഇങ്ങനെ എല്ലാവരും ഇറങ്ങിയിട്ടാണ് ഈ ചെറുപ്പക്കാരന്റെ ഖബറടക്കം ചെയ്യുന്നത്. സുബ്ഹാനല്ലാഹ്, ഞങ്ങളൊക്കെ വിശ്വസിച്ചിട്ട് എത്ര കാലങ്ങളായി, പക്ഷേ ഞങ്ങൾക്കാർക്കും കിട്ടാത്ത ഒരാനുകൂല്യം അല്ലാഹുവേ ദുൽബിജാദൈനിക്ക് കിട്ടിയപ്പോൾ ദുൽബിജാദൈനിയുടെ സ്ഥാനത്ത് ഞങ്ങളായിരുന്നുവെങ്കിലെന്ന് ഞങ്ങൾ ആശിച്ചു പോയെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കൂ നിങ്ങൾ, ഞങ്ങൾ ആശിച്ചു പോയി എന്ന് സ്വഹാബികൾ പറയുകയാണ്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞാൻ പറയുന്നത് അല്ലാഹുവിനെ കുറിച്ച് ശരിക്കും മനസ്സിലാക്കിയാൽ, നമുക്കവൻ നൽകിയിരിക്കുന്ന കഴിവുകളെ മനസ്സിലാക്കിയാൽ, സുബ്ഹാന റബ്ബി, മനസ്സിൽ ഈമാനിന്റെ ശക്തി ഉണ്ടാവും. മനുഷ്യനെ കുറിച്ച് ശാസ്ത്രം പറയുന്ന തമാശ അറിയോ നിങ്ങൾക്ക്? മനുഷ്യ ശരീരത്തിലുള്ള വസ്തുക്കളെ ശാസ്ത്രം എണ്ണുന്നുണ്ട്. ഒന്ന് വെള്ളം, മറ്റൊന്ന് കൊഴുപ്പ്, മറ്റൊന്ന് കാർബൺ. ഒരു തീപ്പെട്ടി ഉണ്ടാക്കാൻ ആവശ്യമായ കാർബൺ, ഫോസ്ഫറസ്, ഇരുമ്പ്, ചുണ്ണാമ്പ്, സൾഫർ, മഗ്നീഷ്യം,
ഇങ്ങനെയുള്ള മൂലകങ്ങളും സംയുക്തങ്ങളുടെയും ഒരു സമ്മിശ്രമാണ് മനുഷ്യൻ എന്നാണ് ശാസ്ത്രം പറയുന്നത്. അല്ലേ? മനുഷ്യൻ എന്താണ് ഈ മനുഷ്യ ശരീരം എന്നതിനെ കുറിച്ച് ശാസ്ത്രലോകത്ത് വലിയ ചർച്ചകൾ നടത്തുന്നുണ്ട്. അതിശക്തവും സമ്പൂർണവുമായ ഒരു യന്ത്രത്തെക്കാൾ 100 ഇരട്ടി മെച്ചപ്പെട്ട രീതിയിലാണ് മനുഷ്യൻ നിർമ്മിക്കപ്പെട്ടത് എന്ന് ശാസ്ത്രം പറയുന്നു. ഒരു വിഭാഗം പറയുന്നത് അങ്ങനെയാണ്, മനുഷ്യ ശരീരം എന്ന് പറഞ്ഞാൽ അതൊരു യന്ത്രമാണ്. എന്നാൽ വളരെ വലിയ ഒരു വിഭാഗം പറയുന്നത് ഒരിക്കലും മനുഷ്യ ശരീരത്തെ ഒരു യന്ത്രത്തോട് ഉപമിക്കാനേ പറ്റില്ല. എന്തുകൊണ്ടെന്നാൽ ഇതിന് ജീവനുണ്ടല്ലോ. അതെങ്ങനെയാ ഉണ്ടായത്? അതെങ്ങനെയാ പ്രവർത്തിക്കുന്നത്? ചിന്താശക്തി, വികാര പ്രകടനങ്ങൾ ഇല്ല. അല്ലാഹുവിലേക്ക് മടങ്ങുകയല്ലാതെ ഈ ലോകത്തിന്റെ മുമ്പിൽ യാതൊരു മാർഗമല്ല. മനുഷ്യന്റെ ഏറ്റവും വലിയ ശത്രു ആരാന്ന് ചോദിച്ചാൽ നിങ്ങളൊക്കെ ആരാന്നാ പറയാ? ജൂതനാണെന്നോ, ISIS ആണെന്നോ, ഇങ്ങനെയൊക്കെ നമുക്ക് കാലത്ത് പറയാ. പക്ഷെ ഇവനോളം വലിയ ഒരു ശത്രു ഉണ്ടായിട്ടില്ല. ആ ശത്രുവിന്റെ പേര് ചാൾസ് ഡാർവിൻ എന്നാണ്. അയാൾ കണ്ണാടിയിൽ നോക്കിയിട്ടാണെന്ന് തോന്നുന്നു എഴുതിയത്, മനുഷ്യൻ കുരങ്ങുകളിൽ നിന്നുണ്ടായതായത്. ഇവനല്ലേ മനുഷ്യന്റെ ശത്രു? അയാൾ ചിന്തിച്ചു നോക്കൂ. എന്നിട്ട് ഏറ്റവും വലിയ തമാശ എന്ന് പറഞ്ഞാൽ ഇത് ലോകത്ത് പ്രചരിപ്പിക്കപ്പെട്ടു എന്നുള്ളതാണ്. അല്ലേ? മനുഷ്യൻ അതിന്റെ കാരണം എന്താണെന്നറിയോ? അവർക്ക് വേറെ ഒരു നിലപാടില്ല. 2 നിലപാടുകളാണുള്ളത്. ഒന്ന്, മനുഷ്യനെ അല്ലാഹു തആല പടച്ചു. 2, അറിയില്ല, അതിനെക്കുറിച്ച് പറയാൻ കഴിയില്ല. എന്താ പറയാൻ കഴിയാ? അത് അങ്ങനെ ഇങ്ങനെ എല്ലാം കൂടെ ആയിട്ട് കുരങ്ങുകളുടെ വാല് മുറിഞ്ഞിട്ട് മനുഷ്യൻ അങ്ങോട്ട് ഉണ്ടായി. ഇതല്ലാത്ത വേറൊന്നില്ല. അതുകൊണ്ട് ഈ വില്ലിത്തം പറഞ്ഞ അത് പ്രചരിപ്പിച്ച ഒറിജിനോ സ്പീഷീസ് എന്ന ഗ്രന്ഥം എഴുതിയ ചാൾസ് ഡാർവിൻ, ജൂതനായ ചാൾസ് ഡാർവിൻ മനുഷ്യകുലത്തിന്റെ ഏറ്റവും വലിയ ശത്രുവാണ്. ആ ശാസ്ത്രവത്തെ ഏറ്റെടുത്തവരാണ്, അത് വിശ്വസിക്കുകയും ചിന്തിക്കുകയും ചെയ്തവർ. എന്തുകൊണ്ടെന്നാൽ അല്ലാഹുവിന്റെ ദീനിന് മാത്രമാണ് മനുഷ്യ നിന്റെ ഉൽപ്പത്തി എങ്ങനെയായിരുന്നു, എങ്ങനെയാണ് നീ ഉണ്ടായത്, നിന്നെ ആരാണ് ഉണ്ടാക്കിയത്, നിന്റെ സ്വഭാവം, നിന്റെ രൂപം, നിന്റെ പെരുമാറ്റം എല്ലാം അല്ലാഹുവിന് മാത്രമാണ് പറയാൻ കഴിയാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അർ-റഹ്മാൻ അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാന അല്ലമഹുൽ ബയാൻ. അർ-റഹ്മാൻ വലിയ കരുണാവാരിധിയാണ് അല്ലാഹു തആല. അല്ലമൽ ഖുർആൻ, അവൻ ഖുർആൻ പഠിപ്പിച്ചവനാണ്. ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ മുഫസ്സിരീങ്ങൾ പറയുന്നുണ്ട്, പഠിപ്പിക്കുന്ന സമയത്ത് ആ അധ്യാപകൻ ഉണ്ടാകേണ്ട, ആ പഠിപ്പിക്കുന്നയാൾക്ക് ഉണ്ടാകേണ്ട ഒരു വിശേഷണമാണ് കരുണ എന്ന് പറയുന്നത്. അമ്മ പഠിപ്പിക്കാണ്, എത്ര തവണയായിട്ടാണ് എന്നോട് പറയുന്നു, പഠിക്കാൻ പാടില്ല. അല്ലെങ്കിൽ ഉമ്മ മര്യാദ പഠിപ്പിക്കാണ്, വാപ്പ മര്യാദ പഠിപ്പിക്കാണ്, മോനത് കേൾക്കുന്നില്ല, മോനത് അനുസരിക്കുന്നില്ല. അടിക്കല്ല, അത് അടിക്കേണ്ടടത്തേ കൊടുക്കാൻ പറ്റുള്ളൂ. അർ-റഹ്മാൻ കാരുണ്യവാനായ അല്ലാഹു തആല അല്ലമൽ ഖുർആൻ, അവൻ ഖുർആൻ പഠിപ്പിച്ചവനാണ്. അതാണ് അടിസ്ഥാനം. പിന്നെ അല്ലാഹു ചെയ്ത കരുണ എന്താണ്? ഖലഖൽ ഇൻസാൻ, മനുഷ്യനെ സൃഷ്ടിച്ചവൻ അല്ലാഹുവാണ്. ഈ സൂറത്തിലാണ് അല്ലാഹു തആല 31 തവണ ചോദിക്കുന്നുണ്ട്. അങ്ങ് നിഷേധിക്കാൻ കഴിയുമോ? അല്ലേ? ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. അല്ലാഹ്
അല്ലാഹു നൽകുന്ന നന്മകൾ ആവുമോ നിങ്ങൾക്ക് തള്ളി പറയുവാൻ? മലയാളത്തിലെ ഹൈന്ദവ കവിയായിരുന്ന KG രാഘവൻ നായർ മനോഹരമായി ഖുർആനിന്റെ അർത്ഥങ്ങളെ കവിത രൂപത്തിൽ എഴുതിയതാണ്. അള്ളാഹുവിന്റെ ഏത് അനുഗ്രഹങ്ങളെയാണ് മനുഷ്യന്മാരെ നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയുക? ചിന്തിക്കണം നമ്മൾ. റഹ്മാനാണ് അല്ലാഹു തആല. ആ അല്ലാഹു തആല എങ്ങനെ നമ്മെ സൃഷ്ടിച്ചു തുടങ്ങി എന്നത് മുതൽ ഇന്ന് എങ്ങനെയാണ് നമ്മൾ ഓരോരുത്തരും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്ന കാര്യം ഖുർആനിലൂടെ അല്ലാഹു തആല വളരെ വിശദമാക്കുകയാണ്. റഹ്മാനായ റബ്ബ് നമുക്ക് മാറാകട്ടെ. ഒന്നാമീൻ പറയൂ, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഉറക്കാമീൻ പറയൂ, അല്ലാഹു നമ്മുടെ ഈമാൻ വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. ഞാൻ ഖുർആനിന്റെ 1-2 വചനങ്ങൾ ഉദ്ധരിക്കാം. മനുഷ്യന്റെ നിർമ്മാണത്തിന് അല്ലാഹു തആല ഉപയോഗിച്ച 2 സംഗതികൾ, ഒന്ന് മണ്ണും മറ്റൊന്ന് വെള്ളവും. ഒന്ന് വെള്ളം. ആദം നബിയെ പടക്കാൻ അല്ലാഹു ഉപയോഗിച്ച വെള്ളം. വജഅൽനാ മിനൽ മാഇ കുല്ല ശൈഇൻ ഹയ്യ് അഫലാ യുഅ്മിനൂൻ. എല്ലാ ജീവനുള്ള വസ്തുക്കളെയും വെള്ളത്തിൽ നിന്നല്ലയോ പടച്ചത്? വഹുവല്ലദീ ഖലഖ മിനൽ മാഇ ബശറ. വെള്ളത്തിൽ നിന്ന് മനുഷ്യനെ പടച്ചവനാണവൻ. ഫജഅലഹു നസബൻ വസിഹറ. പിന്നെ അവൻ പിതാവിലൂടെയുള്ള കുടുംബ ബന്ധമാക്കിയും വൈവാഹിക ബന്ധത്തിലൂടെയും മനുഷ്യർക്കിടയിൽ ബന്ധങ്ങൾ നൽകിയവനാണവൻ. വകാന റബ്ബുക ഖദീറ. അല്ലാഹു തആല എല്ലാ കാര്യങ്ങളും കണക്കാക്കുന്നവനാകുന്നു. അപ്പൊ ഞാനത് വിശദീകരിക്കുന്നില്ല. ഒന്ന് വെള്ളം, 2 മണ്ണ് അല്ലേ? 3 പിടി മണ്ണ് വാരിയിടാറില്ലേ? എപ്പോ? ആര് മരിച്ചാലും വാപ്പ മരിച്ചു, സ്നേഹതിഥിയായ വാപ്പയാണ്. ഉമ്മ മരിച്ചു, ഭാര്യ മരിച്ചു, ഭർത്താവ് മരിച്ചു, അല്ലെങ്കിൽ നമ്മുടെ വേണ്ടപ്പെട്ട ആരെങ്കിലും മരിച്ചു. അങ്ങനെ നമ്മൾ പുരുഷന്മാരായ നമ്മൾ പള്ളിക്കാട്ടിലേക്ക് പോയി 3 പിടി മണ്ണ് വാരിയിടും. എന്താ പറയാ വാരിയിടുമ്പോ? മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറതൻ ഉഖ്റാ. പറയാറില്ലേ? ഇപ്പൊ അതൊക്കെ എവിടെ പറയുന്നു? ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. ഈ മൊബൈൽ ഫോണും ഈ വാട്സപ്പും ഫേസ്ബുക്കും ഒക്കെ വന്നതോടുകൂടെ ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ഒരു ഹൈറ് ഓർമ്മ ഉണ്ടായിരുന്ന സമയങ്ങളൊക്കെ പോയില്ലേ? ആലോചിച്ച് നോക്ക്. ഞാൻ ഈ വാഴന്ന് പറയുന്ന സമയത്ത് എന്റെ കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ എന്റെ അവസ്ഥ എന്തായിരിക്കും? എനിക്ക് ഇടക്ക് കോള് വരികയെ വരാതിരിക്കേ, അല്ലെങ്കിൽ അതിൽ കളിക്കേ, ഈ വാഴന്ന് പറയുന്നതിൽ എന്റെ ശ്രദ്ധ നഷ്ടപ്പെട്ടു പോകും. സ്കൂളിലെ അധ്യാപകന്മാർക്ക് ക്ലാസ്സിൽ മൊബൈൽ ഫോൺ കൊണ്ടുപോവാന്നുള്ളത് അവർക്ക് നിയമപ്പെട്ടതാണ്. സ്കൂളിലെ മാത്രമല്ല, എല്ലാ അധ്യാപകന്മാരും ക്ലാസ്സിലേക്ക് കൊണ്ടുപോകാൻ പാടില്ല എന്നതുപോലെ തന്നെ ഇതുപോലുള്ള മജ്‌ലിസുകൾ പള്ളിയിൽ ഇപ്പൊ എല്ലായിടങ്ങളിലും, അല്ലെങ്കിൽ എന്താ നമ്മൾ സാധാരണ ജുമുഅക്ക് വരുമ്പോ ആരാ വിളിക്കുക? ഞാൻ ചിന്തിക്കാറുണ്ട്. ജുമുഅക്ക് കാണാം ഖുത്ബന്റെ ഇടയിലും അതുപോലെ ഈ നിസ്കരിക്കുന്നതിന്റെ ഇടയിലും ഹൈന്ദവരായ സഹോദരന്മാരും ക്രൈസ്തവർക്കൊക്കെ അറിയാലോ, അവര് വിളിക്കൂല. ജുമുഅക്കള്ളന്മാരായിട്ട് മിക്കവാറും ഉമ്മമാർക്ക് വിളിക്കും. മരിച്ച വീടാണെങ്കിലും ജനിച്ച വീടാണെങ്കിലും മരിച്ചു കിടക്കുന്ന ആളുടെ അടുക്കലാണ് ഒരു പേടിയോ തക്കവൊന്നുമില്ല. ഞാനിത് പറയാൻ കാരണം, ഞാൻ ഇന്നാള് കണ്ടൊരു കാഴ്ചയാണ്. ഒരാളെങ്ങനെ ഈ 3 പിടി മണ്ണ് വാരി. നമ്മളെങ്ങനെ ഇടാറുള്ളത്? ഒന്ന് കാണിച്ചു തരൂ. എങ്ങനെ ഇടാറുള്ളത്? അല്ലേ? ഇയാളുടെ ഒരു കയ്യിൽ ഫോണാണ്, ഒരു കയ്യിൽ ഫോണ്. അപ്പൊ എന്തേലും ഒരു അഡ്ജസ്റ്റ് ചെയ്താൽ മതി. ഇയാൾ ഈ JCBയെ തോൽപ്പിക്കുന്ന രീതിയിൽ ഒരു കൈ കൊണ്ട് ഇങ്ങനെ വാരിയിട്ട്, അപ്പൊ ഞാനിപ്പോ അതിലേക്ക് മണ്ണ് വാരിയിട്ടില്ലെങ്കിൽ ആ എണീറ്റ് വന്നിട്ട് അദ്ദേഹം എന്നോട് എന്തെങ്കിലും പറയോ?
എന്താ അമ്മമാരൊക്കെ ചെയ്യാ? പിന്നെ ഞാൻ അങ്ങനെ ആലോചിക്കത് കണ്ടപ്പോ ഓർമ്മ വന്നത് JCB ആണ്. പിന്നെ JCB നോക്കിയപ്പോ അദ്ദേഹം പാവാണ്. JCBയോട് നിങ്ങൾ പറയാണ്, JCB ഒരു 10 മിനിറ്റ് കൊണ്ട് ഇവിടേക്ക് നിരത്തി തരണം എന്ന് പറഞ്ഞാൽ ഒരു 10 മിനിറ്റ് ഒന്നും വേണ്ട, ഒക്കെ തട്ടി എല്ലാം തകർത്ത് തരിപ്പണമാക്കി അദ്ദേഹം തിരിച്ചു പോകുമ്പോഴും കാണാം 2 കൈയും ആകാശത്തേക്ക് ഉയർത്തിപ്പിടിച്ച് പടച്ചോനെ പുറത്തു തരണേ എന്ന് പറഞ്ഞിട്ടായിരിക്കും. മൂപ്പർക്ക് അങ്ങനെ ഒരു കാഴ്ചയെങ്കിലും ഉണ്ട്. ഇത് നമ്മളൊക്കെ ഒരു നന്മ വരട്ടെ മനസ്സിൽ. ഇങ്ങനെയൊക്കെയുള്ള സമയത്തെ സന്ദർഭങ്ങളിലെ ഒന്ന് ചെറുതായിട്ട് അല്ലേ, അതാണ് മിൻഹാ ഖലഖനാകും, ഈ മണ്ണിൽ നിന്നാണ് പടക്കപ്പെട്ടത് നിങ്ങൾ. അല്ലാഹുവിന്റെ റസൂൽ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇന്നല്ലാഹ ഖലഖ ആദമ മിൻ ഖബ്ലത്തിൻ ഖബലഹ അല്ലാഹു മിൻ ജമീഇൽ അർള്. ഇത് കേട്ടോളൂ. ഇപ്പോ ഈ മൃഗങ്ങളൊക്കെ ഏറെ കുറെ തുല്യ സ്വഭാവക്കാരാണ്. ചിന്തിക്കണേ, ഒരാന വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും, ഇപ്പൊ നമുക്ക് വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും ആന, ആട്, ഇതിനൊക്കെ സ്വഭാവ വ്യത്യാസങ്ങൾ എന്ന് പറയുന്നത് വളരെ ചുരുക്കമാണ് അല്ലേ? ആട് ഉദാഹരണം, ആട് നമ്മുടെ വീടുകളിൽ വളർത്താറുണ്ടല്ലോ, അല്ലെങ്കിൽ കോഴികൾ ഒക്കെ സ്വഭാവ വ്യത്യാസങ്ങളില്ല എന്നല്ല, പക്ഷെ വളരെ അപൂർവമാണ്. അവിടെ ഒക്കെ അപൂർവമാണ്. ഒരാന കഴിക്കുന്ന ഭക്ഷണം നിങ്ങളൊന്ന് എണ്ണി നോക്കിയാൽ ഒരാനക്ക് കൊടുക്കേണ്ട മെനു എത്ര ഉണ്ടാവും? നമ്മൾ എണ്ണി തിട്ടപ്പെടുത്തിയാൽ മാക്സിമം ഒരു 10 ഇവരാരും ഇവിടെ ഒന്നും അല്ലല്ലോ പഠിച്ചു. ആനക്ക് കൊടുക്കേണ്ടത് പനമ്പട്ട, അതുപോലെ ശർക്കര, അതുപോലെ തേങ്ങ, പഴം, ഇങ്ങനെ അങ്ങോട്ട് എണ്ണിയാൽ വളരെ ചുരുക്കമാണ് ആനയുടെ മെനു, പോത്തിന്റെ മെനു, ആടിന്റെ മെനു. മനുഷ്യന്മാരുടെ മെനു കാഞ്ഞങ്ങാടുള്ള അത്യാവശ്യം തിരക്കേടില്ലാത്തൊരു ഹോട്ടലിൽ പോയിട്ട് നമ്മൾ അവിടെ ഇരിക്കേണ്ട താമസം മുമ്പിലേക്ക് വലിയ ഒരു കിതാബ് അവിടെ കൊണ്ടുവന്നു. ഇവിടെ ഒന്നുമില്ലേ? മലപ്പുറത്ത് തന്നെ ഉള്ളൂ. ഇവിടെ ഒന്നുമില്ലേ? എന്നിട്ട് അതിലുണ്ടാവും ചിക്കൻ കരിച്ചത്, പൊരിച്ചത്, ബോധം കെടുത്തിയത്, നിർത്തിയത്. ഓ പാവങ്ങൾ. ഇതാണ് അവയുടെ മനുഷ്യന്മാരുടെ മെനു. മാത്രല്ല സ്വഭാവം. എന്തുകൊണ്ട്? അതിന്റെ കാരണമായി പറയുന്നത് എങ്ങനെ അല്ലാഹു തആല അത് സാധിച്ചെടുത്തു എന്നതല്ലേ അതിന്റെ ഒരു ഹിക്മത്താണ്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി പറയുകയാണ്, ഇന്നല്ലാഹ ഖലഖ ആദമ മിൻ ഖബ്ലത്തിൻ ഖബലഹ അല്ലാഹു മിൻ ജമീഇൽ അർള്. ഈ ഭൂമിയുടെ എല്ലാ ഭാഗത്തു നിന്നുമുള്ള മണ്ണിന്റെ സത്ത കൊണ്ടാണ് അല്ലാഹു തആല ആദം നബി അലൈഹിസ്സലാമിനെ പടച്ചത്. അപ്പൊ മണ്ണിന്റെ കോലം നോക്കൂ നിങ്ങൾ. ഞാൻ നല്ല വെളുത്ത മണ്ണ് കണ്ടിട്ടുണ്ട്. ഈ കുമ്മായ ഈ പെയിന്റിന്റെ നിറത്തിലുള്ള മണ്ണ് കണ്ടിട്ടുണ്ട് ഞാൻ. തനി വെള്ള എന്ന് പറഞ്ഞാൽ തനി വെള്ള, ചുവന്ന മണ്ണ്. ഇവിടൊക്കെയുള്ള ഒരു തരം മണല് പോലെയുള്ള മണ്ണ്. മലപ്പുറം ഭാഗത്തേക്ക് നിങ്ങൾ അങ്ങോട്ട് വന്നാൽ കാണാം നല്ല ഉറച്ച മണ്ണ്. അതിങ്ങനെ വെട്ടിയിട്ട് കല്ലുന്ന കട്ടാന്ന് അവിടെ പറയാന്നറിയില്ല. എന്താ കല്ലുന്ന കട്ടാന്ന് ചുമര് പഠിപ്പിൽ നമ്മളെ ഈ കട്ട ഉണ്ടാവില്ല, ചുവന്ന കല്ല്. ഈ കല്ല് വെട്ടുന്ന സ്ഥലം കല്ല് വെട്ടും. അങ്ങനത്തെ ഉറച്ച സ്ഥലങ്ങൾ. വേറെ ചിലയിടത്ത് കാണാം കരിങ്കല്ലുകൾ, കരിമ്പാറകൾ. ഇതൊക്കെ കൂട്ടിയിട്ടാണ് മനുഷ്യനുണ്ടാക്കിയത് എന്നാണ്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്കിടയിൽ ചില ആളുകൾ വെളുത്തവരായത്, ചില ആളുകൾ കറുത്തവരായത്, ചില ആളുകൾ നല്ല സ്വഭാവമുള്ളവരായത്, ചില ആളുകൾ വളരെ മോശം സ്വഭാവമുള്ളവരായത്. നിങ്ങൾ കഴിഞ്ഞിട്ട് ചർച്ച ചെയ്താൽ മതി തന്നെ ഏത് മണ്ണിൽ നിന്നാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അള്ളാഹ് നമുക്കൊക്കെ നല്ല സ്വഭാവം തരട്ടെ അല്ലേ? അടുത്ത ആളെ പറ്റി ഇങ്ങനെ വിചാരിക്കുന്നു, ഓനെ മിക്കവാറും ആ ഭാഗത്തുള്ള മണ്ണെന്നാണ് പഠിച്ചതെന്ന് മനസ്സിലാകുന്നത്. അത് ചർച്ച ചെയ്യാനല്ല, ഹബീബായ മുഹമ്മദ് മുസ്തഫ. അങ്ങനെയാണല്ലോ നമ്മൾ ഏത് മണ്ണിൽ നിന്നാണോ പടക്കപ്പെട്ടത് ആ മണ്ണിലേക്കാണ് നമ്മൾ മടങ്ങുന്നത് എന്ന് മുഹമ്മദ് മുസ്തഫ. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഞങ്ങളെ ഇപ്പൊ മണ്ണിൽ നിന്നല്ലല്ലോ. ഹദീസിൽ കാണാം, മാതാവിന്റെ ഗർഭപാത്രത്തിൽ ഒരു കുരുമി രൂപപ്പെടുമ്പോൾ എവിടെയാണോ ആ ശരീരം ചെന്ന് ചേരേണ്ടത് അവിടെ നിന്ന്
ഒരുപക്ഷെ മണ്ണിന്റെ ഒരു തന്മാത്രയായിരിക്കാം, അല്ലെങ്കിൽ മണ്ണിന്റെ ഒരാറ്റമായിരിക്കാം. അത് ഒരു മലക്ക് ഈ ഗർഭപാത്രത്തിൽ കൊണ്ടുവന്ന് ഇടുന്നുണ്ട് എന്നാണ്. അങ്ങനെ ആ മണ്ണിലേക്കാണ് ഈ മനുഷ്യൻ മടക്കപ്പെടുന്നത് എന്ന് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയാണ് ഒരിക്കൽ നബി ഇങ്ങനെ നടന്നു പോകുമ്പോൾ കുറച്ച് സ്വഹാബികൾ ഒരു ഖബർ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ചോദിച്ചു, ഇതാർക്കുള്ള ഖബറാണ്? അവര് പറഞ്ഞു നബിയേ, ഇത് അങ്ങയുടെ ഇത് എത്യോപ്യയിൽ നിന്ന് വന്ന ഒരാൾക്കുള്ള ഖബറാണ്. എത്യോപ്യക്കാരനാണ് ഖബർ ഇവിടെയാണ്. അപ്പൊ പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ് സീഖ മിൻ അർളിഹി വസമാഇഹി ഇല തുർബത്തില്ലതി ഖുലിഖ മിൻഹാ. അല്ലാഹു തആല ഈ മനുഷ്യനെ പടച്ച മണ്ണിലേക്ക് അവൻ മടങ്ങി വന്നിരിക്കുന്നുവല്ലോ. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലേ. മാലിക് ഇബ്നു ദീനാർ എവിടെയുള്ളയാളായിരുന്നു? ബഹുമാനപ്പെട്ട ഞാൻ കഴിഞ്ഞ ആഴ്ച ദിവസം പ്രസംഗിക്കുകയുണ്ടായി. അതിഞ്ഞാൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് സമർഖന്ദിൽ നിന്ന് വന്ന മഹാനാന്നാ പറയുന്നത്. അതുപോലെ നിങ്ങളുടെ നാടിന്റെ നാനാഭാഗങ്ങളിലും ഓരോ നാടുകളിൽ നിന്ന് വന്ന് ഇനി നമ്മുടെ നാടുകളിൽ നിന്ന് പോയിട്ട് മറ്റുള്ള നാടുകളിൽ എന്റെ സഹോദരിമാരെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങളൊക്കെ എവിടെ നിന്ന് കല്യാണം കഴിഞ്ഞു കൊണ്ടുവന്നവരാണ്? ബദിയടുക്കയിൽ നിന്ന്, അതുപോലെ കാസർഗോഡ് നിന്ന്, അതിന്റെ അപ്പുറത്ത് ചെറുവത്തൂരിൽ നിന്ന്, അതിന്റെ അപ്പുറത്ത് പയ്യന്നൂരിൽ നിന്ന് ഇങ്ങനെ കൊണ്ടുവന്ന് നിങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് നിങ്ങൾ ഇവിടെ തന്നെയാണ് അടക്കം ചെയ്യപ്പെടുന്നത് എങ്കിൽ നിങ്ങളുടെ ഭൂമിയിൽ നിന്ന്, നിങ്ങളുടെ ആകാശത്തിൽ നിന്ന് അല്ലാഹു തആല നിങ്ങളെ പടച്ച മണ്ണിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ അടുക്കലേക്ക് ബക്കറ്റ് വരുന്നുണ്ട്. അപ്പൊ എന്താ ഈ സ്ത്രീകളുടെ ഭാഗത്ത് മാത്രമേ ബക്കറ്റുള്ളൂ? പുരുഷന്മാർക്ക് അവർ ഒഴിവാക്കാൻ പറ്റുമല്ലോ. ഇൻഷാ അല്ലാഹ് എല്ലാവരും നല്ല ഒരു സദഖ ഇതിനു വേണ്ടി ചെയ്യണം. വേറെ സാധാരണ വഅദിനൊക്കെ പോയിട്ടുണ്ടെങ്കിൽ, ഇന്നലെ ഞാൻ പങ്കെടുത്ത ഒരു പരിപാടിയുണ്ട് മലപ്പുറം ജില്ലയിൽ. അവരുടെ എസ്റ്റിമേറ്റ് 30 ലക്ഷമാണ്. വഅദ് ഏൽപ്പിക്കുമ്പോൾ തന്നെ പറയും, ഉസ്താദേ ഒരു 30 ലക്ഷത്തിന്റെ എസ്റ്റിമേറ്റ് ആണ്. ഒരു ഉസ്താദാണ്, പിറ്റേ ദിവസം വേറെ ഉസ്താദിന്റെ പേരാണ്. അപ്പൊ രണ്ടാളും 15 തിരിച്ചു തരണം. അതാണ് അതിന്റെ അർത്ഥം. യാ അല്ലാഹ്, സത്യം പറയാണ്, ഇവരൊക്കെ എന്നോട് പറഞ്ഞത്. ബദർക്കെ പോയോ? ബഹുമാനപ്പെട്ട ബദറുദ്ദീൻ സാഹിബ്, റഷീദ് സാഹിബ്, ഇവരാണ് എന്നെ സ്ഥിരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ. പറഞ്ഞത് അങ്ങനെ ഒരു ലക്ഷ്യമൊന്നും നമ്മൾ ഉറൂസിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല എന്നുള്ളതാണ്. അൽഹംദുലില്ലാഹ്. അതുകൊണ്ട് അതിനു വേണ്ടി ഒരു വഅദ് പറയണ്ടല്ലോ. അല്ലാഹു തആല നമ്മുടെ ഈ മജ്‌ലിസ് ഒക്കെ സ്വീകരിക്കുമാറാവട്ടെ. ഈ നാടിന്റെ ഉത്സവം പോലെയെന്നാ പറഞ്ഞത്, ഒരു സന്തോഷം പോലെ എല്ലാവരും പങ്കെടുക്കുന്ന. പക്ഷേ ഒരു പ്രധാനപ്പെട്ട കാര്യം, അത് വഅദിന്റെ ലക്ഷ്യമല്ല, പക്ഷെ അത് ഈ നാട്ടുകാർ ഏറ്റെടുക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ സ്കൂളുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലും പറഞ്ഞിട്ടുണ്ടാവും. അത്തരം ഒരു കാര്യമായിട്ട് നമ്മുടെ മഹല്ലിന്റെ നേതൃത്വം നിങ്ങളെ സമീപിക്കുമ്പോ എനിക്ക് കഴിയില്ല, ഞാൻ തരൂല്ല, ഞാൻ അതുമായി ബന്ധപ്പെടൂല എന്ന് പറയാതെ നമ്മൾ ഓരോരുത്തരും, ഓരോ സഹോദരനും സഹോദരിയും നിങ്ങളെ കൊണ്ട് കഴിയുന്ന ഏറ്റവും വലിയ സ്വതക്ക ചെയ്തിട്ട് ആ പദ്ധതി പെട്ടെന്ന് തന്നെ വിജയിപ്പിക്കണം എന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ വസിയത്ത് ചെയ്യാണ്. ഇൻഷാ അല്ലാഹ് ബക്കറ്റ് വരുമ്പോ നല്ല ഒരു സ്വതക്ക ബക്കറ്റിലിടാം. ചുരുങ്ങിയത് എത്ര പറയേണ്ടത്? അതെ, 10 പറഞ്ഞോ അല്ലേ? ഇൻഷാ അല്ലാഹ് ചുരുങ്ങിയത് ഒരു 100 രൂപയ്ക്ക് ഇടാൻ പറ്റുന്നവർ അത് തന്നെ ഇടുക. അല്ലാഹു തആല ഖൈർ നൽകുമാറാവട്ടെ. റബ്ബ് ആ ബക്കറ്റിലേക്ക് എന്ത് മുറാദോടെയാണോ നിങ്ങൾ ആ സ്വതക്ക ഇടുന്നത്, അല്ലാഹു ആ ഉദ്ദേശത്തെ അല്ലാഹു തആല നിറവേറ്റി തരുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പൊ ഞാൻ പറഞ്ഞത്, വെള്ളത്തിൽ നിന്നും മണ്ണിൽ നിന്നുമാണ് മനുഷ്യനെ അല്ലാഹു പടച്ചത്. ഇനി നോക്കൂ നിങ്ങൾ, പിന്നെ മനുഷ്യനെ അല്ലാഹു രൂപപ്പെടുത്തി. അത് വലിയൊരു അത്ഭുതമല്ലേ? അപ്പൊ നമ്മൾ ഓരോ സാധനങ്ങൾ ഇങ്ങനെ കണ്ടെത്തിയിട്ട് അത് അവസാനം ഒരു കാറ്, അതൊരു 10 കൊല്ലം മുമ്പുള്ളതല്ല, ഒരു 50 കൊല്ലം മുമ്പുള്ളതല്ല, മാറ്റങ്ങളാണ്.
മൊബൈൽ ഫോണൊക്കെ എന്താണ് ആദ്യമൊക്കെ നമ്മളൊക്കെ ഈ മൊബൈലൊക്കെ ആദ്യം ഇറങ്ങിയ കാലത്ത് വലിയ അൽക്കാട്ടിൽ എന്ന് പറഞ്ഞിട്ട് വലിയൊരു കട്ടിലിനെ പോലെയുള്ള വലിയൊരു സാധനമായിരുന്നു. നിങ്ങളാരും കണ്ടിട്ടുണ്ടോന്ന് അറിയില്ല അല്ലെ? അത് ഏറ്റണം എന്നുണ്ടെങ്കിൽ ഒരു സെഞ്ചിയോ അല്ലെങ്കിൽ ഒരു ബാഗൊക്കെ കൂടുതൽ കൂടെ വേണ്ടി ഈ ചെറുപ്പക്കാരൊക്കെ ഇട്ട് പോകുന്നത് പോലെ അത്രയും വലിയ സാധനം, ഭയങ്കര വെയിറ്റ് അല്ലേ? എന്നതൊക്കെ സ്മൂത്ത് എന്ന് പറഞ്ഞാൽ മനുഷ്യരായ നമ്മൾ കണ്ടെത്തുന്ന സാധനങ്ങളൊക്കെ അതിന്റെ വേർഷൻസ് മാറുകയാണ്. ഒരു കൊല്ലം കഴിഞ്ഞ് ഇപ്പൊ പറയാറുള്ളത് നിമിഷാർദ്ധങ്ങൾക്കുള്ളിലാണ്. ഒന്ന് കഴിഞ്ഞാൽ അതിന്റെ ചെറുത് ചെറുത് ചെറുത്. ഈ ബാലരമ ഡൈജസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം അതിന്റെ അവസാനത്തിൽ ഉണ്ടാവും AD 3000 എന്ന് പറഞ്ഞിട്ട് അവസാനത്തൊരു പേജ് ഉണ്ടാവും. ഞാനതിന്റെ മുടങ്ങാത്തൊരു വായനക്കാരനാണ്. ഇനി പുസ്തകം വന്നിട്ട് ഇവിടെ ആകെ പറഞ്ഞത് ബാലരമ ഡൈജസ്റ്റ് വായിക്കണമെന്നാണെന്നൊന്നും പറയല്ല കേട്ടോ. അത് നമ്മുടെ കുട്ടികൾക്കൊരു വിജ്ഞാനപ്രദമായ ഒരു സംഭവമാണത്. അപ്പോ അതിന്റെ അവസാനത്തെ പേജിൽ ഒരിക്കണ്ടായിരുന്നു ഒരാള് ഫോൺ ചെയ്യാണ്. എങ്ങനെയാ ഫോൺ ചെയ്യുന്നത്? കയ്യിൽ ഇങ്ങനെ ഞെക്കിയിട്ട് ഫോൺ ചെയ്യാൻ. മൊബൈലൊന്നും വേണ്ട, അവന്റെ കയ്യിലേക്ക് തന്നെ വിളിക്കാനും ഇതിനൊക്കെയുള്ള സംവിധാനങ്ങൾ ചിപ്പുകളായിട്ട് അങ്ങോട്ട് സന്നിവേശിപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് കയ്യിൽ അല്ല മൊബൈൽ പിടിച്ചടക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഈ കൈ തന്നെ മൊബൈലായി ഉപയോഗിക്കുന്ന ഒരു അവസ്ഥ AD 3000 ഉണ്ടാവുന്ന പറഞ്ഞത്. ഞാൻ പറയുന്നത് എന്താണ്? അതായത് മനുഷ്യരായ നമ്മൾ ഉണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ ഈ ചാൾസ് ഡാർവിൻ പറഞ്ഞ പോലെ പരിണാമത്തിലൂടെ ഉണ്ടാകുന്നതാണ്. മനുഷ്യൻ അങ്ങനെയല്ല. ആദം നബി അലൈഹിസ്സലാമിനെ അല്ലാഹു തആല സൃഷ്ടിക്കുമ്പോൾ തന്നെ ഈ കണ്ടു കാണുന്ന സംഗതികളൊക്കെ ഉണ്ട്. പെർഫെക്റ്റ് മാൻ. അല്ലാതെ ആദം നബിയുടെ കാലത്ത് അല്ലാഹു തആല മൂക്ക് തലന്റെ മുകളിലായിരുന്നു, കൈയൊന്നും ഇവിടെ ആയിരുന്നു, അങ്ങനെയൊന്നുമല്ല. അല്ലെ കണ്ണ് ഈ വിരൽ തുമ്പത്തായിരുന്നു. പിന്നെ കുറച്ചു കാലം കഴിഞ്ഞപ്പോ കൈ എന്തിനാ ഈ വിരൽ തുമ്പത്ത്? കണ്ണ് ഇവിടെ ആക്കിയ നല്ല സുഖം ഉണ്ടാവുമല്ലോ. ഇത് അള്ളയാണ്. അതാണ് സുബ്ഹാനല്ലാഹ്. നോക്കൂ നിങ്ങൾ, വലഖദ് ഖലഖനൽ ഇൻസാന മിൻ സ്വൽസ്വാലിൻ മിൻ ഹമഇൻ മുട്ടിയാൽ ശബ്ദം മുഴങ്ങുന്ന മണമണിനാൽ മർത്യന്റെ ഗാത്രം ചമചാവൻ ചിത്രമായി. എന്നിട്ട് അല്ലാഹു തആല ഈ മണ്ണിനെയും അതുപോലെ വെള്ളത്തെയും കുഴച്ച് ഈ മണ്ണിനെ ഈ രൂപത്തെ കലം പോലെയാക്കി എന്നാണ് ഖുർആൻ പറയുന്നത്. കലം പോലെ. എന്നിട്ട് അല്ലാഹു അവന് ജീവൻ നൽകി, റൂഹ് നൽകി. അതെന്താ അറിയില്ല. ഇദ് ഖാല റബ്ബുക ലിൽ മലായിക ഇന്നി ഖാലിഖും ബശറൻ മിൻ തീൻ. മണ്ണിൽ നിന്ന് നാം ഇതാ മനുഷ്യനെ പടക്കുന്നു എന്ന് അല്ലാഹു തആല മലക്കുകളോട് പറഞ്ഞപ്പോൾ, എന്നിട്ട് അല്ലാഹു പറഞ്ഞു എങ്ങനെയാ പടക്കുന്നത്? ഫഇദാ സവൈതുഹു, അവനെ നാം ഇങ്ങ് ശരിപ്പെടുത്തിയാൽ, വനഫഖ്തു ഫീഹി മിൻ റൂഹി, എന്റെ വകയായിട്ട് നാം അവന് ജീവൻ നൽകിയാൽ. ചിന്തിച്ചു നോക്കൂ മുഅ്മിനേ, ആ ജീവനല്ലയോ ഈ കൈകളെ ചലിപ്പിക്കുന്നത്, ഈ കാതുകളെ കേൾപ്പിക്കുന്നത്, ഈ കണ്ണുകളെ കാണിക്കുന്നത്. നോക്കൂ നിങ്ങൾ, നമ്മളൊക്കെ ജനിക്കുന്നതിന്റെ 10 മാസം മുമ്പ് ആരായിരുന്നു? ഇന്ന് നമുക്കൊരു പേരുണ്ട്, ഇന്ന് നമുക്കൊരു ശരീരമുണ്ട്, ഇന്ന് നമുക്കൊരു രീതിയുണ്ട്. നമ്മൾ ആരായിരുന്നു? അല്ലാഹ് ചോദിക്കുകയാണ്, അഫറഅയ്തും മാ തുംനൂൻ, നിങ്ങൾ വിസർജിക്കുന്ന ബീജത്തെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അഅൻതും തഖ്ലുഖൂനഹു, നിങ്ങളാണോ അതിനെ മനുഷ്യനായി പടക്കുന്നത്? അം നഹ്നുൽ ഖാലിഖൂൻ, അതോ നമ്മളാണോ അതിനെ മനുഷ്യനായി പടക്കുന്നത്? നോക്കൂ നിങ്ങൾ, ഏറ്റവും വലിയ അത്ഭുതമാണ് മനുഷ്യന്റെ ബീജം. അതുണ്ടാകുന്നത് എവിടെയാണ്? അതുണ്ടാകുന്നത് മനുഷ്യന്റെ വൃഷ്ണങ്ങൾക്ക് താഴെയായിട്ടാണ്. അവിടെയാണ് ആ ഹോർമോണുകൾ ഉണ്ടാകുന്നത് പുരുഷന്റെ. ആ ഹോർമോണുകൾ അല്ലാഹു തആല നിശ്ചയിക്കുന്ന സമയത്ത് മനുഷ്യ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഒരു തവണ ശുക്ലവിസർജനം നടത്തുമ്പോൾ 200 കോടിയോളം ബീജങ്ങൾ അതിലുണ്ടാകും എന്നാണ് പറയപ്പെടുന്നത്.
20 കോടി ശുക്ല ബീജകണികകൾ 1 മില്ലി ലിറ്ററിൽ ഇല്ല എങ്കിൽ അതിനെ കുറിച്ചാണ് നമ്മൾ കൗണ്ട് കുറവ് എന്ന് പറയുന്നത്. ആരാണ് ഇങ്ങനെ ആക്കിയത്? ചെറുപ്പക്കാര് പറയും, ഉസ്താദേ മക്കൾ ഉണ്ടാകുന്നില്ല, ഡോക്ടറെ കണ്ടപ്പോ ഡോക്ടർ പറഞ്ഞു കൗണ്ട് കുറവാണ്. എന്താണ് ഈ കൗണ്ട് കുറവ്? 1 മില്ലി ശുക്ലത്തിൽ 20 കോടിയിൽ താഴെയാണ് ബീജങ്ങളുടെ എണ്ണങ്ങളെങ്കിൽ അതിനെയാണ് നമ്മൾ കൗണ്ട് കുറവെന്ന് പറയുന്നത്. ഇതാര് നൽകുന്ന കഴിവാണ്? ഇതാരുടെ തീരുമാനമാണ്? നിങ്ങൾ നോക്കൂ, ഈ ബീജത്തിലാണ്, പുരുഷന്റെ ബീജകണികയിലാണ്, ആ സ്പേമിലാണ് സ്ത്രീയാവണോ പുരുഷനാകണോ കുഞ്ഞ് എന്ന് തീരുമാനിക്കുന്ന ഘടകമുള്ളത്. ഞാനിത് പറയാൻ കാരണം, ചിലപ്പോൾ ചില പെണ്ണുങ്ങൾക്ക് ഒരു സ്വഭാവമുണ്ട്. ചിലപ്പോൾ അല്ലാഹു തആല നൽകുന്നത് മുഴുവനായും ആൺകുട്ടികളെ ആയേക്കാം. ചിലപ്പോൾ അല്ലാഹു തആല നൽകുന്നത് മുഴുവനായി പെൺകുട്ടികളെ ആയേക്കാം. ചില കുട്ടികൾക്ക്, ചില ആളുകൾക്ക് പെൺകുട്ടികൾ ഇങ്ങനെ ഉണ്ടാവുക എന്ന് പറയുന്നത് ഒരു അസ്വസ്ഥതയാണ്. മരുമകളെ അതിന്റെ പേരിൽ മത്സരിക്കുന്ന അമ്മായി ഉമ്മമാരെ എനിക്കറിയാം. മരുമകളെ കുറിച്ച് പറയുമ്പോൾ അവൾക്ക് പെൺകുട്ടികളെ പ്രസവിക്കാൻ അറിയോ? ചെറുപ്പക്കാര് കല്യാണം ആലോചിക്കുമ്പോ ചിലപ്പോൾ അവിടെ നിന്ന് വരുന്ന ഒരു അഭിപ്രായമാണ്, അവിടെ 4 പെൺകുട്ടികളാണ്, അതുകൊണ്ട് നീ അവിടെ നിന്ന് കല്യാണം കഴിച്ചാൽ നിനക്ക് പെൺകുട്ടികളെ ഉണ്ടാകൂ. ശാസ്ത്രം പഠിക്കണം. പെൺകുട്ടിയാവണോ ആൺകുട്ടിയാവണോ എന്ന് തീരുമാനിക്കുന്നത് ആ പെൺകുട്ടിയുടെ സ്വഭാവമല്ല, അവളിൽ നിന്നുള്ളതല്ല. എന്റെ സഹോദരിമാരാ, കാര്യം മനസ്സിലാക്കി നിങ്ങൾ മറുപടി പറഞ്ഞോളൂ. പുരുഷാധിപത്യം എന്നൊക്കെ പറയണത് ഇതിന്റെ ഭാഗമായിട്ടാണ് മനസ്സിലാക്കേണ്ടത്. അതിൽ പുരുഷനാണ് ആധിപത്യം ഉള്ളത്. ഈ കുഞ്ഞാണാവണോ പെണ്ണാവണോ, ചെറിയ കുട്ടികൾ സ്കൂളിൽ നിന്ന് പഠിക്കുന്നതാണ് പുരുഷന്റെ ബീജങ്ങളിലുള്ളത് XY ഹോർമോണുകളാണ്. സ്ത്രീയുടേതിലുള്ളത് വെറും YY. ഈ Xും YYയും കൂടിയാൽ ആൺകുട്ടിയാകും, Yയും YYയും കൂടെ കൂടിയാൽ പെൺകുട്ടിയാകും. YY പെണ്ണിന്റേതിലുള്ളതിൽ എപ്പോഴും YY തന്നെ, എന്നാൽ ആണിന്റേതാണ് Xും Yയും ആയി മാറുന്നതൊക്കെ നമ്മുടെ സ്കൂളിലെ ബയോളജി ക്ലാസ്സുകളിൽ നമ്മൾ സ്ഥിരമായിട്ട് ചെറിയ കുട്ടികളൊക്കെ പഠിക്കുന്നതാണ്. എന്നിട്ട് അത് മനസ്സിലാക്കാതെയാണ്, എനിക്കറിയാം പെൺകുട്ടിയായി പോയതിന്റെ പേരിൽ ഒരു ചെറുപ്പക്കാരൻ ഒരു ദിവസം ഒന്ന് പറഞ്ഞു, ഉസ്താദേ എനിക്ക് 2 പെൺകുട്ടികളാണ്, എനിക്ക് അതല്ല വിഷമം, എന്റെ ഭാര്യക്കയിലുള്ള വിഷമം തീരുന്നില്ല. പെണ്ണുങ്ങൾ വരെ വിഷമിക്കും. എന്റെ പ്രിയപ്പെട്ടവരെ, അത് അല്ലാഹുവിന്റെ തീരുമാനമാണ്. അല്ലാഹു നോക്കൂ, നിങ്ങൾ പരിശുദ്ധ ഖുർആനിലൂടെ അവൻ പറയുന്നത് നോക്കൂ നിങ്ങൾ. ثُمَّ جَعَلْنَاهُ نُطْفَةً فِي قَرَارٍ مَكِينٍ. സുഭദ്രമായ ഒരു സങ്കേതത്തിൽ അവന്റെ ആ ബീജത്തെ നാം സൂക്ഷിച്ചു. ഡോക്ടർ CK രാമചന്ദ്രൻ എന്ന പ്രഗത്ഭനായ ഒരു ബിഷഗ്വരനുണ്ട്. ആ ബിഷഗ്വരന്റെ ഒരു പ്രസംഗം ഒരു ദിവസം കേൾക്കാൻ കഴിഞ്ഞു. അദ്ദേഹം പറയാണ്, ഞാൻ എപ്പോഴും ഖുർആനിലെ അത്ഭുതത്തെ കുറിച്ച് ചിന്തിക്കാറുണ്ട്. പക്ഷേ ഖുർആൻ പറഞ്ഞ ഒരു കാര്യം ഒരിക്കലും എനിക്ക് നീതീകരിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അതെന്താണ്? ഖുർആൻ പറയുന്നുണ്ട്, മനുഷ്യന്റെ ശുക്ലം പുറപ്പെടുന്നത് വാരിയലിന്റെയും നട്ടെല്ലിന്റെയും ഇടയിൽ നിന്നാണ്. വാരിയലിന്റെയും നട്ടെല്ലിന്റെയും ഇടയിൽ നിന്നാണ്. രാമചന്ദ്രൻ പറയാണ്, എന്നാൽ എങ്ങനെയാണതാവുക? കാരണം ശുക്ലം പുറപ്പെടുന്നത് മനുഷ്യന്റെ അണ്ടത്തിന്റെ മനുഷ്യന്റെ വൃഷ്ണത്തിന്റെ സമീപത്ത് നിന്നാണല്ലോ. അങ്ങനെ ഇദ്ദേഹം പറയുന്നു, അങ്ങനെ ഞാനൊരിക്കൽ അമേരിക്കയിൽ നിന്ന് വന്ന ഒരു ശാസ്ത്ര ജേണലിൽ പഠിക്കാൻ തുടങ്ങി. ഞാനതിങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൽ മനുഷ്യന്റെ ഉൽപ്പത്തിയെ കുറിച്ചാണ് അതിൽ പറയുന്നത്. അതിൽ പറയുന്ന ഒരു കാര്യം, മനുഷ്യന്റെ ശുക്ല വിസർജനത്തിന് കാരണമായ വൃഷ്ണങ്ങൾ ഉണ്ടല്ലോ, അത് അവൻ പുറത്താണ് ദൈവം സംവിധാനിച്ചിട്ടുള്ളത്, ശരീരത്തിന്റെ പുറത്തെ, ശരീരത്തിന്റെ ബാഹ്യഭാഗത്തെ. എന്നാൽ ജനിക്കുന്നതിന്റെ മുമ്പ് അത് നട്ടെല്ലിന്റെയും വാരിയലിന്റെയും ഇടയിലാണ്. നട്ടെല്ലിന്റെയും വാരിയലിന്റെയും ഇടയിൽ നിന്ന് ഒരു ചാനലിലൂടെ അതിങ്ങനെ താഴോട്ട് വന്ന് അത് വൃഷ്ണസഞ്ചിയിലെത്തും. ജനിക്കുന്നതിന് മുമ്പ് ചില സന്ദർഭത്തിൽ കുട്ടികൾ ജനിച്ചാൽ അതില്ല എങ്കിൽ മാതാപിതാക്കൾ പ്രയാസപ്പെടുകയും ചികിത്സയിലൂടെ
അത് താഴെ എത്തിക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്യാറുണ്ട്. നോക്കൂ നിങ്ങൾ, യഖ്റുജു മിൻ ബൈനി സുൽബി വത്തറാഇബ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഞാൻ ഈ ഓതുന്നത് നൂറ്റാണ്ടുകൾക്കപ്പുറത്ത് ലോകത്തോട് വിളംബരം ചെയ്ത വചനങ്ങളാണ്. ഹൽ അതാ അലൽ ഇൻസാൻ ഹീനും മിനൽ ദഹർ ലം യകുൻ ശൈഅൻ മഗ്ഫൂറാ ഇന്നാ ഖലഖനൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജ് നബ്തലി ഫജഅൽനാഹു സമീഅൻ ബസീറാ. അല്ലാഹു പറയാ, ഹൽ അതാ അലൽ ഇൻസാൻ, മനുഷ്യന്റെ മേലിൽ കഴിഞ്ഞു പോയിട്ടില്ലയോ ഹീനും മിനൽ ദഹർ, കാലത്തിൽ നിന്നൊരല്പസമയം ലം യകുൻ ശൈഅൻ മദ്കൂറാ, അവൻ പറയപ്പെടുന്ന ഒരു വസ്തുവേ അല്ലായിരുന്നോ. എത്ര വലിയ ഒബാമയാണെങ്കിലും മോഡിയാണെങ്കിലും എല്ലാം ലം യകുൻ ശൈഅൻ മദ്കൂറാ, അവരൊന്നുമേ അല്ലായിരുന്നു. ഇന്ന് വലിയ വിഐപികളാണ്. ആര് തീരുമാനിച്ചു ഇത് പറയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. അള്ളാഹ് പറഞ്ഞെന്താണെന്നറിയോ? അത്ഭുതകരമായ രീതിയിലാണ് അല്ലാഹു തആല പറഞ്ഞിട്ടുള്ളത്. ചുരുക്കാം നമുക്ക്. നിങ്ങൾ ആലോചിക്കൂ, നമ്മുടെ കണ്ണുകൾ അള്ളാഹ് പറയുന്നു അലം നജ്അൽ ലഹു ഐനൈൻ. മനുഷ്യ, നിങ്ങൾക്ക് രണ്ട് കണ്ണുകൾ നാം നൽകിയില്ലയോ? സാങ്കേതിക സംവിധാനം ഉപയോഗിച്ച് അത്യന്താധുനികമായ ഒരു ക്യാമറ കണ്ടെത്തിയാലും മനുഷ്യന്റെ ഒരു കണ്ണിനോട് കിടപിടിക്കാൻ കഴിയില്ല മക്കളെ, കഴിയില്ല. അല്ലേ? ഒരു ക്യാമറക്ക് ഡയഫ്രം ഉണ്ടാകും, ലെൻസ് ഉണ്ടാകും, ഫിലിം ഉണ്ടാകും. എന്നാൽ ഈ കണ്ണിനും അതുണ്ട്. കണ്ണിന്റെ കൃഷ്ണമണി, അതിന്റെ ലെൻസ്, അതിന്റെ റെറ്റിന. നോക്കൂ നിങ്ങൾ, അല്ലാഹു തആല ഇതിനെ സൃഷ്ടിച്ചിരിക്കുന്നത് അസ്ഥി കൊണ്ടുള്ള ഒരു ഗുഹയിലാണ്. അതിന് കൊഴുപ്പ് കൊണ്ടുള്ള ഒരു കുഷ്യൻ നൽകിയിരിക്കുന്നു. 6 പേശികൾ ഈ കണ്ണിനെ പൂർണ്ണമായും സംരക്ഷിക്കുന്നു. നോക്കൂ നിങ്ങൾ, കണ്ണ് എപ്പോഴും അടയുകയും തുറയുകയും ചെയ്യുന്നു. കണ്ണ് വരണ്ട് പോകാതിരിക്കാൻ കണ്ണിന്റെ പോളകളുടെ താഴെയായി അല്ലാഹു തആല കണ്ണീർ ഗ്രന്ഥിയെ നിശ്ചയിച്ചിരിക്കുന്നു. കണ്ണീരിന്റെ രുചി ഉപ്പ് രുചിയാണ്. കണ്ണീരിന്റെ രുചി ഉപ്പ് രുചിയാണ്. ലോകത്ത് ഉപ്പ് രുചിയുള്ള വെള്ളം കടലിലെ വെള്ളമാണ്. എന്തേ അല്ലാഹു തആല കടലിലെ വെള്ളത്തിന് ഉപ്പ് രുചി നൽകി? കടൽ ലോകത്തെ ഏറ്റവും വലിയ മാലിന്യങ്ങളുടെ കേദാരമാണ്. എല്ലാ മാലിന്യങ്ങളും ചെന്നടിയുന്നത് കടലിലാണ്. കടൽ പക്ഷേ ആ ദുർഗന്ധം നമ്മളാരും അനുഭവിക്കാറില്ല. ഇവിടുന്ന് കടലിലേക്ക് എത്ര ദൂരമുണ്ട്? എത്ര? 1 കിലോമീറ്റർ, 2 കിലോമീറ്റർ. മാഷാ അല്ലാഹ്, ഞാനത് പറയുന്നുള്ളൂ കേട്ടോ. കടൽ നമ്മുടെ വളരെ അടുത്താണ്. പക്ഷെ ഇവിടെ നിന്നതിന്റെ ദുർഗന്ധമല്ലല്ലോ. 2 കാരണം. ഒന്ന്, കടലിലെ വെള്ളം എപ്പോഴും ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കും. 2, കടലിലെ വെള്ളത്തിന് അല്ലാഹു ഉപ്പ് രുചി നൽകി എന്നതുപോലെ സുബ്ഹാനല്ലാഹ്, നമ്മുടെ കണ്ണുകൾ എപ്പോഴും ഇങ്ങനെ അടക്കുകയും തുറക്കുകയും ചെയ്യുന്നു. കടൽനീരിന്റെ ഗ്രന്ഥത്തിന്, കണ്ണീരിന്റെ ഗ്രന്ഥിക്ക് അല്ലാഹു തആല ഉപ്പ് രുചി നൽകുകയും ചെയ്തിരിക്കുന്നു. ഇങ്ങനെ എത്രയെത്ര അത്ഭുതങ്ങളാണ്. കുഞ്ഞ് കരയുമ്പോൾ ആ കുഞ്ഞ് കണ്ണടക്കും. കണ്ണടച്ചിട്ടാണ് കുഞ്ഞ് കരയാ. അല്ലാഹു നൽകുന്ന ഒരു കഴിവ്. കണ്ണിന്റെ പീളക്കുഴിയിലൂടെ ഒരു ചെറിയ ചാനലുണ്ട്. ആ ചാനൽ ചെന്ന് അവസാനിക്കുന്നത് തൊണ്ടയിലാണ്. ചെറിയ കുഞ്ഞിന്റെ തൊണ്ട വളരെ നൈസായിരിക്കും. ഈ കുഞ്ഞ് കരയുമ്പോൾ ഈ കുഞ്ഞിന്റെ കണ്ണീർ തുള്ളികൾ ആ തൊണ്ടയിലേക്ക് എത്തി തൊണ്ട വരണ്ട് പോകാതിരിക്കാൻ കഴിവ് നൽകുന്ന അല്ലാഹ്. أدعوك ربي حزينا هائما قلقا فارحم بكائي بها البيت والحرم.
തമ്പുരാനായ അല്ലാഹുവിനെയാണ് നമുക്ക് കാലവും വിളിക്കാനുള്ളത്. നോക്കൂ നിങ്ങൾ, നമ്മുടെ ചെവി നമ്മളൊക്കെ ചിന്തിക്കാറുണ്ടോ? കണ്ണുകൊണ്ട് ഇങ്ങനെ സിനിമ കാണുമ്പോ, കാതുകൊണ്ട് ഇങ്ങനെ ഹറാമ് കേൾക്കുമ്പോ, അല്ലേ ഗീബത്ത് പറയുമ്പോ. ഞാനിപ്പോ അടുത്ത് കണ്ണൂർ ജില്ലയിലെ ഒരു സ്ഥലത്ത് വഅദ് പറയാൻ പോയി. എന്റെ ഒരു സുഹൃത്തിന്റെ വീട്ടിൽ പോയപ്പോൾ ആ സുഹൃത്തിന് 4 വയസ്സായ ഒരു മോളുണ്ട്. ആ മോളുടെ ചെവി ഇങ്ങനെ ഒരു കറുത്ത ഒരു ചെറിയൊരു യന്ത്രം ഇങ്ങനെ അത് ചുറ്റിയിട്ട് ഒരു ചിപ്പ് അതിന്റെ തലയോട്ടിയോട് ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട്. ഞാൻ ചോദിച്ചത് എന്താണ്? എന്നോട് പറഞ്ഞു, ഉസ്താദ് ഇത് വലിയൊരു കഥയാണ്. എന്റെ മോൾക്ക് ജന്മനാൽ ചെവി കേൾക്കില്ലായിരുന്നു. ഇപ്പൊ ഹോസ്പിറ്റലിൽ കുഞ്ഞ് ജനിച്ച ഉടനെ ഒരു ടെസ്റ്റ് ഉണ്ടെന്നൊക്കെ കേട്ടിട്ടേ ഉള്ളൂ, എനിക്കറിയില്ല. നിങ്ങളാരും കേട്ടിട്ടുണ്ടോ? ഈ ചെവി കേൾക്കുവോ ഇല്ലേന്ന് നോക്കാൻ വേണ്ടിട്ട് പ്രൈവറ്റ് ഹോസ്പിറ്റലാണെങ്കിൽ 300 രൂപ കൊടുക്കണോ അത്രേ. അവര് ജനിച്ച ഉടനെ തന്നെ ചെവി കേൾക്കുവോ ഇല്ലേന്ന് നോക്കാൻ വേണ്ടി. കേൾവി ശക്തി അല്ലാഹു ആദ്യം തരുന്ന, ഗർഭത്തിൽ തന്നെ കുഞ്ഞ് കേൾക്കുന്നുണ്ടെന്നൊക്കെ ശാസ്ത്രജ്ഞന്മാര് പറയുന്നു. ഏതായാലും ഈ ചെറുപ്പക്കാരൻ പറയാണ്, ഇവൾക്ക് കേൾക്കാൻ കഴിയില്ലായിരുന്നോ? കേൾക്കാൻ കഴിയാത്ത ഒരാൾക്ക് എന്തിനു കൂടെ കഴിയില്ല? കേൾക്കാൻ കഴിയാത്ത ഒരാൾക്ക് എന്തിനു കൂടെ കഴിയില്ല? സംസാരിക്കാനും കഴിയില്ല, രണ്ടും കഴിയില്ല. അങ്ങനെ വല്ലാതെ ബേജാറായി. ഹോസ്പിറ്റലുകൾ മുഴുവൻ നടന്നു. അങ്ങനെയാണ് മിംസ് ഹോസ്പിറ്റലിൽ നിന്ന് പറയുന്നത്, ഇത് കോക്ലിയക്ക് പ്രശ്നമുള്ളത് കൊണ്ടാണ് കുഞ്ഞിന്റെ 2 കോക്ലിയയും ശബ്ദം സ്വീകരിക്കാൻ പര്യാപ്തമല്ല. ഈ കോക്ലിയ നമ്മൾ പകരം ഇംപ്ലാന്റ് ചെയ്താൽ ഇവൾക്ക് കേൾക്കാം, അങ്ങനെ ഇവൾക്ക് സംസാരിക്കാം. ചികിത്സക്ക് 8 ലക്ഷം രൂപ, എന്നത് 12 ലക്ഷം രൂപ. സർക്കാരിന്റെ കീഴിൽ സാമൂഹ്യ നീതി വകുപ്പ് എന്ന് പറഞ്ഞിട്ടൊരു വകുപ്പുണ്ട്. മന്ത്രി ആരാന്ന് വേണമെങ്കിൽ ക്വിസ് മാസ്റ്റർ എനിക്ക് ചോദിക്കാം. ആരാ മന്ത്രി? സാമൂഹ്യ നീതി വകുപ്പിന്റെ മന്ത്രി ആരാണ്? ആരാ റഷീദ് സാഹിബ്? സാമൂഹ്യ നീതി വകുപ്പിന്റെ മന്ത്രി മുനീർ സാഹിബ്, MK മുനീർ അല്ലേ? ഇവർക്ക് ഈ ജില്ലയായിട്ട് ഇവിടെ എവിടെ ബന്ധമുണ്ടെന്നൊക്കെ മുമ്പ് ചില പ്രസംഗത്തിന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോ അദ്ദേഹത്തിന്റെ വകുപ്പാണ്. ആ വകുപ്പ് ഈ സർക്കാർ വന്നതിന് ശേഷം, വോട്ട് ചെയ്യാൻ പറയുന്നല്ലോ, സർക്കാർ വന്നതിന് ശേഷം എന്താ ഉണ്ടായത്? അവരുടെ നേതൃത്വത്തിൽ ഈ കോക്ലിയർ ഇംപ്ലാന്റ് സർജറിക്ക് ആവശ്യമായ 6 ലക്ഷം രൂപ സർക്കാർ 6 ലക്ഷം. ഇന്നും അതുണ്ട്. അത്തരം പ്രശ്നങ്ങളുള്ള ആളുകളൊക്കെ അതിന്റെ തലങ്ങൾ ബന്ധപ്പെട്ട മനസ്സിലാവും. അങ്ങനെ ഈ ചെറുപ്പക്കാരന് 6 ലക്ഷം രൂപ കൊണ്ട് 8 ലക്ഷം രൂപ കൊണ്ട് മോളുടെ ഈ കേൾവി ശക്തി തിരിച്ചു കിട്ടി എന്നാ പറയുന്നത്. ജീവിതകാലം മുഴുവൻ ഈ ചിപ്പ് ഇതിനോട് ഇങ്ങനെ ചേർത്തി വെക്കണം. ഈ ചിപ്പ് ജർമ്മനിയിൽ നിന്ന് വന്ന ചിപ്പാണ്. എന്നിട്ട് ആ കുട്ടി എന്നോട്, ആ വാപ്പ ആ കുട്ടിയോട് കുട്ടിയുടെ തലയിൽ നിന്ന് ആ ചിപ്പ് ഇങ്ങോട്ട് എടുത്തു. എന്നിട്ട് സംസാരിച്ചപ്പോ ആ കുട്ടിക്കൊന്നും കേൾക്കാനില്ല. അവള് വേഗം അവിടെ വെച്ചിട്ടാണ് പിന്നെ ഞങ്ങളുടെ വർത്തമാനം കേൾക്കുന്നത്. ജീവിതകാലം മുഴുവൻ അങ്ങനെയാണത്രേ. അത് ഒരു ചെവിക്ക് അടുത്ത ചെവിക്ക് വേറെയും ചെയ്യണത്രേ. നമുക്കോ ഒരു ഇംപ്ലാന്റ് സർജറിയും ആവശ്യം വന്നിട്ടില്ല. അല്ലാഹുവേ നീ നൽകിയതാണ്. അലം നജ്അൽ ലഹു ഐനൈൻ വലിസാനം വശഫതൈൻ. നമ്മൾ ഇങ്ങനെ നിവർന്ന് നിൽക്കാൻ നമ്മുടെ ചെവിയിൽ അല്ലാഹു തആല ബാലൻസിങ്ങിനുള്ള സൗകര്യം നൽകിയിരിക്കുന്നു. ചെവിക്ക് ഒരൊറ്റ അടി കിട്ടിയാൽ മനുഷ്യൻ വീണുപോകും. ചെവിക്ക് നല്ല ശബ്ദം കേട്ടാൽ മനുഷ്യന്റെ ചെവി പൊട്ടിപ്പോകും. അല്ലാഹു തആല ചെവിയിലൂടെ, മൂക്കിലൂടെ, കടലിലൂടെ, മറ്റവയവങ്ങളിലൂടെ എന്തെല്ലാം അത്ഭുതങ്ങളാണ് തന്നിട്ടുള്ളത്. നോക്കൂ നിങ്ങൾ, ഒരു ബീജം മാതാവിന്റെ ഗർഭപാത്രത്തിലേക്ക്, ഭാര്യയുടെ ഗർഭപാത്രത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പണ്ഡിതന്മാര്, വിദ്യാർത്ഥികളൊക്കെ ആലോചിക്കുക. അലഖ എന്നാ പറഞ്ഞത്. അറബി ഭാഷയിൽ അലഖ എന്ന് പറഞ്ഞാൽ ഒട്ടിപ്പിടിക്കുക എന്നർത്ഥം. ഒട്ടിപ്പിടിക്കുക. അലഖത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരർത്ഥം ഒട്ടിപ്പിടിച്ചത് എന്നതാണ്. അതിന്റെ മറ്റൊരർത്ഥം രക്തപിണ്ഡം എന്നതാണ്.
ഒട്ടിപ്പിടിച്ചത് എന്ന അർത്ഥമാണെങ്കിലും അത് ശരിയാണ്. രക്തപിണ്ഡം എന്ന അർത്ഥമാണെങ്കിലും അത് ശരിയാണ്. സൈഗോട്ട് എന്നാണ് ഇംഗ്ലീഷിൽ പറയുക. ഈ സൈഗോട്ടിനെ അല്ലാഹു തആല ഗർഭപാത്രത്തിന്റെ ആന്തരപടയായ എൻഡോമെട്രിയത്തിൽ പോയി ഒട്ടിപ്പിടിക്കുന്നു. അതല്ലേ ആദ്യമായി പറഞ്ഞത്, രക്തപിണ്ഡത്തിൽ നിന്ന് മനുഷ്യനെ പടച്ച അല്ലാഹുവിന്റെ നാമത്തിൽ നബിയെ താങ്കൾ വായിക്കുക. സുബ്ഹാന റബ്ബി. നമ്മളൊക്കെ അല്ല മുഅ്മിനേ. അമേരിക്കയിലെ ടൊറോന്റോ യൂണിവേഴ്സിറ്റിയിലെ വില്യം ഗിത്മൂർ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ അലക്ക് എന്ന വാക്കിനെ കുറിച്ച് അത്ഭുതത്തോടെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറയാണ്, എന്നെ ഖുർആനിന്റെ ഈ ഭാഷാ പ്രയോഗം വല്ലാതെ അത്ഭുതപ്പെടുത്തി. കാരണം അലക്ക് എന്ന വാക്കിന് അട്ട എന്ന അർത്ഥമുണ്ട്. അട്ട അങ്ങനെയാണല്ലോ, ഒട്ടിപ്പിടിക്കുന്ന സാധനമാണ്. ഗർഭപാത്രത്തിൽ ഈ കുഞ്ഞിന്റെ പ്രാഥമിക രൂപം ഒട്ടിപ്പിടിച്ചാൽ പ്രാഥമികമായി അട്ടയെപ്പോലെ തോന്നും. പ്രത്യേകിച്ച് അതിന്റെ നിറം കൂടെ പരിഗണിച്ചാൽ അട്ടയെപ്പോലെ തോന്നും. ഞാൻ ദാറുൽ പഠിക്കുന്ന കാലത്ത് ഞങ്ങളുടെ സ്ഥാപനത്തിൽ ഒരു വലിയ എക്സിബിഷൻ നടന്നു. നമ്മുടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ നേതൃത്വത്തിലുള്ള എംബ്രിയോളജി പ്രമേയമാക്കിയിട്ടുള്ള എക്സിബിഷൻ. ഇവിടേക്ക് എവിടെയൊക്കെ വരുമ്പോ നിങ്ങളൊക്കെ അതൊന്ന് പോയി കാണണം. അതിലുണ്ട് ഒരു കുഞ്ഞ് 4 മാസമാകുമ്പോൾ, 2 മാസമാകുമ്പോൾ, 3 ആഴ്ചയാകുമ്പോൾ, 5 മാസമാകുമ്പോൾ, 6 മാസമാകുമ്പോൾ, 10 മാസമാകുമ്പോൾ എല്ലാം ഉണ്ട്. ഓരോ കുപ്പിയിൽ ഇങ്ങനെ കാണിച്ചു തരും. 4 മാസമാകുമ്പോ കുഞ്ഞിന്റെ കോലം, 3 മാസമാകുമ്പോ അവന്റെ കോലം. നിങ്ങൾ കണ്ടിട്ടുണ്ടോന്ന് അറിയില്ല, അവസാനം ഉണ്ടാകും ഒരു ഫുൾ ഡെഡ് ബോഡി. കണ്ടവരുണ്ടോ? ആ ഡെഡ് ബോഡി മാഷാ അല്ലാഹ്. അത് കണ്ടിട്ട് പിന്നെ ഭക്ഷണം കഴിക്കാൻ തന്നെ കഴിഞ്ഞിട്ടില്ല അല്ലെ? ഞങ്ങൾ ഡെഡ് ബോഡി കണ്ട് അതിന്റെ ഉള്ളിൽ നിന്ന് തുറന്ന് കാണിച്ചു തന്നപ്പോഴല്ലേ സുബ്ഹാനല്ലാഹ്, ഇത് കരള്. ഈ മെഡിക്കോ എന്നതിന് പറയും മെഡിക്കൽ വിദ്യാർത്ഥികൾ, അവരിങ്ങനെ കാണിച്ചെടുത്ത് പിന്നെ കരള്, ഇതതിന്റെ പ്ലീഹ, ഇത് മറ്റേത്. അല്ലാഹുവേ സുബ്ഹാനല്ലാഹ്, നമ്മൾ ഇതൊന്നും അല്ലേ, എന്തൊക്കെ അത്ഭുതങ്ങൾ. ثم خلقنا النطفة علقة فخلقنا العلقة مضغة. മളഗ എന്ന് പറഞ്ഞാൽ ചവച്ചു എന്നാണ് അർത്ഥം. ഇങ്ങനെ ചവക്കൂല ഇറച്ചിയൊക്കെ ഞം ഞം എന്ന് പറഞ്ഞ് ചവക്കൂലേ? പടച്ചോനെ, ഞങ്ങളൊക്കെ ചവക്കാതെ വിഴുങ്ങലാന്നാണോ? അല്ലല്ലോ. മളകാന്ന് പറഞ്ഞാൽ ചവക്കുമ്പോ സ്വാഭാവികമായും ആ ഇറച്ചി കഷ്ണത്തിന്റെ മുകളിൽ പല്ലിന്റെ പാടുണ്ടാവും. ഇത് സൂക്ഷ്മമായി നോക്കിയാൽ അതിന്റെ മുകളിൽ അതുണ്ടാവും എന്ന് മോറിസ് ബുക്കായി പറഞ്ഞു. മോറിസ് ബുക്കായിനെ അത്ഭുതപ്പെടുത്തിയത് നമ്മളൊക്കെ കല്യാണം കഴിച്ചിട്ട് അടുത്ത 10 മാസം ആകുമ്പോഴേക്ക് നമ്മുടെ കുടുംബത്തിലൊരു മെമ്പർ കൂടുന്നത് മാത്രമാണ് നമുക്ക് അറിയുള്ളൂ. യാ അല്ലാഹ്, അല്ലാഹു എല്ലാവർക്കും സ്വാലിഹീങ്ങളായ സന്താനത്തെ തരട്ടെ. അവിടെ വന്നപ്പോ എന്നോട് സഹോദരൻ കല്യാണം അവരുടെ മോൾക്ക് കല്യാണം കഴിച്ചിട്ട് കുഞ്ഞുങ്ങളില്ലാത്തൊരു സങ്കടം പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു തആല സ്വാലിഹായ സന്താനങ്ങളെ കൊടുക്കട്ടെ. ഒന്നാമീൻ പറയും, അല്ലാഹു സ്വാലിഹായ സന്താനങ്ങളെ കൊടുക്കട്ടെ. ഇസ്ഹാഖ് വലിയുല്ലാഹി എന്നവരുടെ ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ട് അല്ലാഹു തആല സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ കൊടുക്കട്ടെ. فخلقنا المضغة عظاما. ഈ മുളുകത്തിനെ അല്ലാഹു തആല എല്ലുകളാക്കി മാറ്റി. എന്നിട്ട് പിന്നെ അത് മനുഷ്യനാക്കുകയാണ്. പിന്നെ ആ എല്ലുകളുടെ മേലിൽ അല്ലാഹു തആല മാംസത്തെ പൊതിയുന്നു. ثم خلقنا ثم أنشأناه خلقا آخر فتبارك الله أحسن الخالقين. ശാസ്ത്രത്തിന് എന്തറിയാം? ഞാനിങ്ങനെ ഇടക്കിടക്ക് എന്തറിയാമെന്ന് ചോദിക്കുമ്പോ ശാസ്ത്രം നിസ്സാരമാണെന്നുള്ള അർത്ഥത്തിലല്ല. ഖുർആൻ അതിന്റെ മുമ്പിൽ നിൽക്കേണ്ട ഗ്രന്ഥമാണ്. നമ്മുടെ അഭയം ഖുർആനാണ്. നമുക്ക് അഭയമാകേണ്ടത് അല്ലാഹുവിലുള്ള ഈമാനാണ്. അല്ലാഹ് സമിഅനാ വഅത്അനാ ഗുഫ്രാനക റബ്ബനാ വഇലൈകൽ മസീർ.
അല്ലാഹുവേ നീ ഞങ്ങളോടൊരു കാര്യം പറഞ്ഞാൽ, ഖുർആനിൽ നീ ഞങ്ങളോട് ഇങ്ങനെ ഒരു കാര്യമുണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ ഞങ്ങളതിൽ സംശയിക്കുന്നില്ല റബ്ബേ, പിന്നെ ഞങ്ങളത് ചോദ്യം ചെയ്യുന്നില്ല റബ്ബേ. അതെങ്ങനെയാണെന്ന് ഞങ്ങൾ ചോദിക്കുന്നില്ല അല്ലാ. ഞങ്ങൾ അത് വിശ്വസിച്ചു റബ്ബേ, ഞങ്ങളത് സ്വീകരിച്ചു റബ്ബേ. അതാണ് നമ്മുടെ മുദ്രാവാക്യം. ശാസ്ത്രം ഗർഭപാത്രം എത്ര വലിയ അത്ഭുതമാണ്. ഗർഭപാത്രം ഒരു ചെറിയ പന്ത് പോലെയാണെന്നാണ് ഗർഭപാത്രം. നോക്കൂ നിങ്ങൾ, ആ ഗർഭപാത്രം ഉണ്ടല്ലോ 8 സെന്റിമീറ്റർ നീളവും 6 സെന്റിമീറ്റർ വീതിയുമാണ് ഒരു പ്രായപൂർത്തിയെത്തിയ പെണ്ണിന്റെ വയറിന്റെ അകത്തുണ്ടാവുക. നമ്മൾ അളന്നു നോക്കിയതൊന്നുമല്ല, ശാസ്ത്രം പറയുന്ന സംഗതിയാണ്, ഗ്രന്ഥങ്ങളിൽ വായിക്കാൻ കഴിയുന്ന സംഗതിയാണ്. 8 സെന്റിമീറ്റർ നീളവും 6 സെന്റിമീറ്റർ വീതിയും. എന്നാൽ ഇത് പ്രസവമെടുക്കുമ്പോഴേക്ക് 30 സെന്റിമീറ്ററിൽ അധികമായി വർദ്ധിക്കുന്നതാണ്. സാധാരണ ഒരു സ്പൂണിലധികം വെള്ളം കൊള്ളാത്ത ഇത് 500 മടങ്ങായി വർദ്ധിച്ച് ഒരു കുഞ്ഞ് ജനിക്കുമ്പോഴുള്ള ഭാരം നിങ്ങൾക്കറിയാമല്ലോ. അത് ഉൾക്കൊള്ളാൻ മാത്രമാകും. നിങ്ങൾ നോക്കൂ, ശാസ്ത്രം പറഞ്ഞിരുന്നത് അടിവയർ, അതോടൊപ്പം അതിന്റെ പുറത്തുള്ള ഗർഭപാത്രത്തിന്റെ ഭിത്തി. എന്നാൽ ഖുർആൻ പറഞ്ഞു യഖ്ലുഖുകും ഫീ ബുതൂനി ഉമ്മഹാതികും ഖൽഖം മിൻ ബഅദി ളുലുമാതിൻ സലാം. 3 ഇരുട്ടറകളിലായിട്ടാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നിങ്ങളെ പടച്ചിരിക്കുന്നത്. എന്നാൽ ഇന്ന് പറയുന്നു ശരിയാണ്, ഒന്ന് അടിവയറ്, അപ്രകാരം ഒന്ന് ഗർഭപാത്രത്തിന്റെ ഭിത്തി, മറ്റൊന്ന് ഈ കുഞ്ഞ് രൂപപ്പെടുന്ന സമയത്ത് കുഞ്ഞിനെ പൊതിയുന്ന ആംനിയോൺ കോറിയോൺ എന്ന ഒരു പാടയുണ്ട്. 3 ഇരുട്ടറകൾ. നമുക്കൊക്കെ അല്ലാഹു തആല എന്തൊക്കെ സൗകര്യങ്ങൾ തന്നു വരുന്നു ആർക്കും ഓർമ്മ ഉണ്ടാവില്ല. ഓർത്തിട്ടും കാര്യമില്ല, അത് ഓർക്കാൻ നമ്മുടെയൊക്കെ ഭാഗ്യം അല്ലേ? നമ്മൾ എന്തിൽ നിന്നാണ് ഭക്ഷണം കഴിച്ചത്? നമുക്ക് എങ്ങനെയാണല്ല ഭക്ഷണം തന്നത്? അല്ലാഹു തആല തന്ന ഭക്ഷണം നോക്കൂ നിങ്ങൾ. സ്ത്രീയുടെ അണ്ഡത്തിൽ അതിന്റെ ഏകദേശം വികാസത്തിനുള്ള ഭക്ഷണം അല്ലാഹു തആല അതിൽ നൽകുന്നു എന്നവൻ പറയുമ്പോൾ, പിന്നെ മനുഷ്യന്റെ ശരീരം രൂപപ്പെട്ടു തുടങ്ങിയാൽ അതിൽ അല്ലാഹു തആല നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് മറുപിള്ള എന്ന് പറയുന്ന സംഗതി. മറുപിള്ള, ഈ മറുപിള്ളയുണ്ടല്ലോ നമ്മുടെ ശരീരത്തിനൊരു രക്ഷാകവചമായിരുന്നു. ഈ മറുപിള്ളയാണ് പൊക്കിൽ കൊടിയിലൂടെ ശരീരവുമായി ബന്ധപ്പെടുത്തുന്ന സംഗതി. എല്ലാ രോഗത്തിൽ നിന്നും മറുപിള്ള ശരീരത്തെ രക്ഷിക്കുന്നു. ഈ മറുപിള്ള ശരീരത്തെ രോഗത്തിൽ നിന്ന് പ്രതിരോധിക്കുന്നു, കുഞ്ഞിന്റെ ശരീരത്തെ. എന്നാൽ 2 രോഗമൊഴികെ ആ രോഗത്തിൽ ഒന്ന് എയ്ഡ്സ് രോഗമാണ്, രണ്ടാമത് സിഫിലിസ് രോഗമാണ്. അശുദ്ധമായ ലൈംഗിക വീഴ്ചയിലൂടെ ഉണ്ടാകുന്ന അല്ലാത്ത എല്ലാ രോഗങ്ങളെയും ഇത് പൂർണ്ണമായും പ്രതിരോധിക്കും എന്നാണ് അല്ലാഹു, എന്നാണ് ശാസ്ത്രം നമ്മോട് പറയുന്നത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. 11 മണിയായി പ്രസംഗം. നമ്മൾ 9 മണിക്ക് തുടങ്ങിയതാണ്. മുഅ്മിനീങ്ങളെ, എന്താണ് ഇതിൽ നിന്നൊക്കെ ഉൾക്കൊള്ളാനുള്ളത്? നമ്മെ സൃഷ്ടിച്ച് നമ്മെ പരിപാലിക്കുന്ന നമുക്കെല്ലാ സൗകര്യങ്ങളും നൽകിയ നിന്നെ ഞങ്ങൾ വിശ്വസിക്കേണ്ടവരാണ്, നിന്നെ ഞങ്ങൾ സ്വീകരിക്കേണ്ടവരാണ്. അല്ലാഹുവേ, നീ ഞങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ ഞങ്ങൾ പാലിക്കേണ്ടവരാണ്. അതുകൊണ്ട് യുവാക്കളെ, സഹോദരിമാരെ, റഹ്മാനായ അല്ലാഹുവിലേക്ക് അടുക്കുക. നമ്മൾ തെറ്റുകളിൽ നിന്ന് വിട്ടു നിൽക്കുക. സിനിമ കാണാൻ താല്പര്യമുണ്ടാകുമ്പോ പടച്ചവൻ തന്ന കണ്ണുകൊണ്ട് ഞാനത് കാണില്ല എന്ന് തീരുമാനിക്കുക. അല്ലാഹു നൽകിയ കഴിവ് ഉപയോഗിച്ച്, അവൻ നൽകിയ കേൾവി ഉപയോഗിച്ച് ഞാൻ ഹറാം കേൾക്കില്ല എന്ന് തീരുമാനിക്കുക. അങ്ങനെ റബ്ബിലേക്ക് അടുക്കുക. അല്ലാഹുവേ, നാളെ ഖബറിന്റെ ഉള്ളിൽ നിന്ന് എഴുന്നേറ്റ് വരേണ്ടവനാണ് ഞാൻ എന്ന് ചിന്ത ഉണ്ടാവുക. അതിലങ്ങോട്ട് പൂർണ്ണമായിട്ടും ഈമാൻ ഉറപ്പിക്കുക. അല്ലേ? ഖബറിനുള്ളിൽ നിന്ന് വരുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ചില ആളുകൾ അവരുടെ കാലിന് മുകളിൽ നടന്നു വരും.
ചില ആളുകൾ അവർ ഇഴങ്ങി വരും. ചില ആളുകൾ മുട്ടുകുത്തി വരും. ചില ആളുകൾ തല കുത്തിയിട്ട് കാലുകൾ മേൽപോട്ടാക്കി ഖബറിനുള്ളിൽ നിന്ന് വരുമെന്ന് മുഹമ്മദ് മുസ്തഫ. ഉറക്കെ മുഹമ്മദ് മുസ്തഫ, മുഹമ്മദ് മുസ്തഫ, മുഹമ്മദ് മുസ്തഫ. എന്തൊരു ഭീകരമായ ഘട്ടമായിരിക്കും. ഇപ്പോഴേ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടില്ലെങ്കിൽ അല്ലാഹുവാണേ മുഅ്മിനീങ്ങളെ നമ്മുടെ കാര്യം കണ്ടവരില്ല. സ്വഹാബികൾ ചോദിച്ചു, നബിയേ അതെങ്ങനെയാണ് ആളുകൾ തല കുത്തിയിട്ട് കാലുകൾ മേൽപോട്ടാക്കി നടക്കുന്നത്? അവിടുന്ന് മറുപടി പറയുകയാണ്, ഇന്നല്ലദീ അംശാഹും അലാ അഖ്ദാമിഹിം. ഐഹികമായ ലോകത്ത് ഏതൊരു രക്ഷിതാവാണോ അവരുടെ രണ്ട് കാലിന് മുകളിൽ അവർക്ക് നടക്കാൻ അവസരം നൽകിയത് ആ അല്ലാഹു തആല അവരുടെ കാലിൽ അവരുടെ തലയുടെ മുകളിൽ അവരെ നടത്തുന്നവരാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ അവസാനിപ്പിക്കുന്നു. അല്ലാഹു തആല നമ്മൾ പറഞ്ഞത് സ്വീകരിക്കുമാറാവട്ടെ, നമ്മൾ കേട്ടത് അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. ഈ മജ്ലിസിൽ നിന്ന് നമ്മൾ ചെയ്യുന്ന എല്ലാ ദുആകൾക്കും അല്ലാഹു തആല ഇജാബത്ത് നൽകുമാറാകട്ടെ. നിങ്ങളൊക്കെ നോട്ടീസിൽ കണ്ടു, ബഹുമാനപ്പെട്ട കോയക്കുട്ടി ഉസ്താദാണ് ഇന്നത്തെ ദുആക്ക് നേതൃത്വം നൽകേണ്ടത് എന്ന്. ഉസ്താദിന് ഒരുപാട് വയസ്സായി. നിങ്ങളിന്ന് ഉസ്താദ് ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ പരസ്പരം പറയും, ഉസ്താദേ എന്തിനാ അങ്ങോട്ട് വന്നത്? ഉസ്താദിന് വരാൻ കഴിയില്ല മക്കളെ. ഉസ്താദ് വല്ലാത്ത ആവശ്യം. തന്റെ വീടിന്റെ സമീപത്ത് ഒരു ഖബർ കുഴിച്ചു വെച്ച് ആ ഖബർ ഓരോ സന്ദർഭത്തിലും പോയി സന്ദർശിച്ച് അല്ലാഹുവിലേക്കടുത്ത് മരണത്തെ ഓർത്ത് ജീവിക്കുകയാണ് ഉസ്താദ്. ഉസ്താദിന് ആരോഗ്യമില്ല. ഞങ്ങളൊക്കെ ഏത് പരിപാടിക്ക് പോയി ക്ഷണിച്ചാൽ ഉസ്താദ് പറയുന്ന ഒരു മറുപടി ഉണ്ട്, എനിക്ക് കഴിയുമെങ്കിലും വരാം. പണ്ടങ്ങനെയല്ല, ഞാൻ വരാം, കഴിയുമെങ്കിലും വരാം, ആരോഗ്യം വരാം. പക്ഷേ എന്താ പറഞ്ഞത്? ഉസ്താദിന് കഴിയില്ല, അതുകൊണ്ട് വരാതെ വരാതാണ്. നമ്മളൊക്കെ ഉസ്താദിന് വേണ്ടി വരക്കുക. അവരൊക്കെ സമസ്തയുടെ ആലിമീങ്ങളാണ്. അള്ളാഹു അവരുടെ തണൽ നമുക്ക് എല്ലാ കാലത്തും തരണം. അള്ളാഹു തആല ആ തണൽ നമുക്ക് നൽകുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ എന്ന് ദുആ ചെയ്ത് ഇൻഷാ അല്ലാഹ് കുറച്ച് സ്വലാത്ത് ചൊല്ലി നമുക്ക് ദുആ ചെയ്ത് അവസാനിപ്പിക്കാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും പറയണ്ടോ? നിങ്ങൾ തന്നെ വായിച്ചാൽ മതി. അതല്ലേ, ഇവിടെ ഒരുപാട് ആളുകൾ ദുആ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ കൂട്ടത്തിലുള്ള ഒരു പെൺകുട്ടിക്ക്, ഒരു സഹോദരിക്ക് ഒരു മേജർ ഓപ്പറേഷനാണ്, ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ നമ്മുടെ കൂട്ടത്തിലുള്ള ഒരു സഹോദരൻ, അദ്ദേഹം കോഴിക്കോട് ഹോസ്പിറ്റലിൽ പോയിട്ട് അദ്ദേഹത്തിന്റെ അസുഖവുമായി ബന്ധപ്പെട്ട് ഒരു അന്വേഷണം നടത്തിയപ്പോൾ ഒരു പ്രയാസപ്പെടുത്തുന്ന ഒരു റിപ്പോർട്ടാണ് കിട്ടിയിട്ടുള്ളത്. നാളെ വിദഗ്ധ പരിശോധനയുടെ ദിവസമാണ്. ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു കാവൽ നൽകുമാറാവട്ടെ. ആ സഹോദരന്റെ ശരീരത്തിന് അല്ലാഹു തആല മോചനം നൽകുമാറാവട്ടെ. ഇവിടെ മരണപ്പെട്ടവർക്ക് വേണ്ടി, രോഗത്തിന് ശിഫാക്ക് വേണ്ടി, മരണപ്പെട്ടു പോയ കരീമിന് വേണ്ടി, രോഗത്തിൽ ബറക്കത്ത് ലഭിക്കാൻ, ജോലിയിൽ ബറക്കത്ത് ലഭിക്കുന്നതിന് നല്ല ജോലി ലഭിക്കാൻ, കണ്ണിന് രോഗശമനം ലഭിക്കാൻ, ഹലാലായ മുറാദുകൾ ഹാസിലാവാനും, മരണസമയത്ത് ഈമാൻ ലഭിക്കാൻ, സ്വാലിഹീങ്ങൾ ആകുവാനും, സ്വാലിഹീങ്ങളായ മക്കൾക്ക് ദീനി ഭൗതിക വിദ്യാഭ്യാസം ലഭിക്കാനൊക്കെ ഇറൂസിന്റെ അന്നദാന ചടങ്ങിലേക്ക് അരിയായും സംഭാവനയാക്കി നൽകി എല്ലാവർക്കും വേണ്ടി ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട്. മൂത്രക്കല്ലിന്റെ അസുഖം സുഖപ്പെടാൻ വേണ്ടി ദ്വാരക്കാൻ പറഞ്ഞു. ഒരു വ്യക്തി ദുആ ചെയ്യാൻ സംഭാവന നൽകിയിട്ടുണ്ട്. ഇങ്ങനെ സംഭാവനയുടെ ഒരുപാട് എല്ലാവരുടെയും ലക്ഷ്യം ഒന്ന് മാത്രമാണ്, ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് നമുക്കൊരു 7 സ്വലാത്ത് ചൊല്ലി, മനസ്സറിഞ്ഞ് ഒരു 7 സ്വലാത്ത് ചൊല്ലി ദുആ ചെയ്യാം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ്
സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. കയ്യൊക്കെ നന്നായിട്ട് പിടിച്ച് ആമീൻ പറയും. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيده. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا وشفيعنا وحبيبنا محمد. أرحم الراحمين يا الملك الملوك يا سيداയ തമ്പുരാനെ, ഞങ്ങളിതാ മണിക്കൂറുകളോളം നിന്നെ കുറിച്ച് നീ നൽകിയ അത്ഭുതകരമായ നിഅമത്തുകളെ കുറിച്ച് ഞങ്ങൾ വഅദ് പറഞ്ഞ അവസാനം ഞങ്ങൾ നിന്നിലേക്ക് കൈ ഉയർത്തുന്നു. നീ ഞങ്ങളെ സ്വീകരിക്കണേ തമ്പുരാനെ.